ഓരോ ആയത്തുകൾക്കുമുള്ള താൽപ്പര്യങ്ങൾ, അതിൽ നിന്നുള്ള ഹുക്കുമുകൾ, അത് നൽകുന്ന ഗുണപാഠങ്ങൾ, സൂചനകൾ, അതിൻ്റെ അവതരണ പശ്ചാത്തലമടക്കമുള്ള വിഷയങ്ങൾ ഗുരുനാഥന്മാരിൽ നിന്ന്, അവരുടെ അപ്പുറത്തുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് തേടിപ്പിടിച്ച് വിശ്വസ്തരാണെന്ന് കൃത്യമായും ബോധ്യപ്പെടുത്തി അതൊരു ഗ്രന്ഥത്തിലാക്കി രചിക്കാൻ വളരെയധികം സാഹസികതയുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു ലേഖനം എഴുതും പോലെയല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ രചിക്കുന്നതിന് വളരെയധികം സാഹസികത അനുഭവിക്കേണ്ടതുണ്ട്. ഒരായത്തിൻ്റെ ഒരു തഫ്സീർ ലഭിക്കാൻ 3-4 വർഷമെടുത്ത് സഞ്ചരിച്ച മഹാരഥന്മാരുണ്ട്. ഒരായത്തിൻ്റെ ഒരു തഫ്സീർ വളരെ ദൂരം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു മഹാപണ്ഡിതന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ് നമ്മൾ ആലോചിക്കണം. 3 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു പഠനയാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം നടത്താത്ത ഒന്നാണ്. ഒരായത്തിൻ്റെ തഫ്സീറിന് വേണ്ടി 3 വർഷക്കാലം അവർ യാത്ര നടത്തിയതിൻ്റെ ഖിദ്മത്ത് എക്കാലത്തും അവർ കിടക്കുന്ന കിടപ്പറകളിൽ കിടന്ന് ആസ്വദിക്കുകയാണ് ആ മഹാപണ്ഡിതന്മാർ. നമ്മളതിൻ്റെ ചെറിയൊരു ഖിദ്മത്താണ് ഇവിടെ നിർവഹിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വേദിയൊരുക്കുക എന്നത്. കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടത്, ഞാൻ ആമുഖമായി ഇത് പറയുന്നത്, ഈ പരിസരങ്ങളിലൊക്കെ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. നമുക്കൊക്കെ സൗകര്യങ്ങൾ അല്ലാഹു എമ്പാടും തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അസൂയാകുന്ന രൂപത്തിലുള്ള ആരോഗ്യം വരെ അല്ലാഹു വെച്ച് നീട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന 1 മണിക്കൂർ വിശുദ്ധ ഖുർആനിൻ്റെ വജസ്സുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒഴിവ് വേള അനുസരിച്ച് പരിഗണിച്ചുകൊണ്ട് ഈ പരിസരങ്ങളിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായും വളരെയധികം ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരുടെ ക്ലാസ്സുകളുണ്ട്. നടന്നു നീങ്ങിയാൽ എത്തുന്ന സ്ഥലത്ത് വന്യരായ റഹ്മത്തുള്ള സഖാഫി ഉസ്താദ് ഒരു ക്ലാസ്സില്ലേ, ഉണ്ട്, ക്ലാസ് നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ. 1 മണിക്കൂർ വളരെ ചുരുങ്ങിയ ഒരു സമയം, ശ്രേഷ്ഠ ദിവസമായ വെള്ളിയാഴ്ചയിൽ ആ ഉസ്താദ് അവർകൾ അതിനുവേണ്ടി വളരെയധികം പഠനം നടത്തി സംശയങ്ങൾ വന്നേക്കാവുന്ന ഭാഗങ്ങളൊക്കെ സ്വരൂപിച്ച് നമുക്കൊരു സൂറത്തിൻ്റെ ഒരു ആയത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വരുമ്പോൾ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ അതിൽ പോയി സംബന്ധിക്കണം. ഇനി അതിനൊന്നും സൗകര്യപ്പെടാത്തവരാണെങ്കിൽ ഞാൻ പറയട്ടെ, ക്ലാസ് റൂമിലായിട്ട് കേൾക്കുന്ന ക്ലാസ്സുകളുണ്ട്. പക്ഷെ അതിന് ഒടിവും കടിവും വെച്ചുകൊണ്ട് മനസ്സിരുത്തിയിട്ട് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനത് ഉദ്ദേശിച്ചതൊരു പക്ഷേ സഹോദരിമാർക്ക് എല്ലാ സ്ഥലത്തും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ ഓൺലൈനിലൂടെ ക്ലാസിൻ്റെ ഒരു പഠിതാവായി മാറിയിട്ട് ഒരായത്താണോ ഒരു ആഴ്ചയിൽ 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്, എന്താണ് ആ ആയത്തിലൂടെ റബ്ബ് തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം പഠിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഒരാൾക്കും കഴിഞ്ഞില്ല എന്നൊരു പരാതി നമ്മൾ പറയരുത്. നമ്മുടെ സംഘാടകർ ഒരുക്കിയത് എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ക്ലാസുകൾ, കേന്ദ്രങ്ങൾ, ഞായറാഴ്ചകളിൽ ക്ലാസുകൾ നടക്കുന്നവർ, വിശ്വസ്തരായ പണ്ഡിതന്മാർ ഖുർആനിൻ്റെ തഫ്സീർ വെച്ച് പഠിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മൾ പഠിക്കണം. പഴയകാലത്ത് തഫ്സീറുകളും മറ്റും എഴുതാൻ ഒരു പേപ്പർ ലഭിക്കാത്തതിൻ്റെ പേരിൽ വളരെയധികം കഷ്ടപ്പെട്ട് കരഞ്ഞ് കണ്ണീർ കുതിർത്ത നിമിഷങ്ങൾ നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനുണ്ടായിട്ടുണ്ട്. ഒരു പേപ്പറും പേനയും ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള സങ്കടം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ മദീനയിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ മക്കയിൽ നിന്ന് മഹാനവറുകൾ ഏറ്റിക്കൊണ്ടുപോകുന്നത് 2 കൊട്ടയാണ്, കാരക്കയും മുന്തിരിയുമല്ല. ആ കൊട്ടയിലിരിക്കുന്നത് കുറെ എല്ലിൻ കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളുമാണ്. അതെന്താണ് അതിലുള്ളത്? കരിക്കട്ട കൊണ്ടും മായാത്ത തരം പച്ചിലകളെ കൊണ്ടും എഴുതിയ വിശുദ്ധ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളുമാണ്. പേനയും പേപ്പറും കിട്ടാത്തൊരവസ്ഥയിൽ പഠനം അവർ മുടക്കിയിട്ടില്ല. അല്ലാഹു തആല വെച്ച സംവിധാനം തന്നെയല്ലേ പച്ചിലകളൊക്കെ. അതിനെ മഷിയാക്കിയെടുത്ത് അതിൻ്റെ തണ്ടുകൾ മുറിച്ച് മഷിയാക്കി വെച്ച് മരങ്ങൾ ഉണക്കിയിട്ടുള്ള കരിക്കട്ട
വെള്ളം ചേർത്ത് എഴുതിക്കൊണ്ട് മരക്കഷ്ണങ്ങൾ ചുമന്നുകൊണ്ട് മദീനയിലേക്കുള്ള യാത്രയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ വന്ന് പഠിക്കുന്ന പഠിതാക്കൾക്ക് മുഴുവനും പേനയുണ്ട്, പേപ്പറുണ്ട്. മഹാനവർകൾ വിങ്ങിപ്പൊട്ടിപ്പോയി. ഈ ഒരു പേനക്കും പേപ്പറിനും വേണ്ടി എത്ര കാലം ഞാൻ കാത്തിരിക്കേണ്ടി വരും? സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നത് വെറുതെയാക്കരുത്. അവരത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന് വേണ്ടി ചെയ്ത ഖിദ്മകളിൽ നാം ചെയ്യുന്ന ഈ ഖിദ്മത്ത് വളരെ സന്തോഷപൂർവ്വം ഉപയോഗപ്പെടുത്തുകയും ഇൻഷാ അല്ലാഹ് സൂറത്തു ശർഹ് നമ്മളത് വിശദീകരിക്കാൻ പോകുന്നു. മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ നേരെ തഫ്സീറും അതിൻ്റെ ഗുണപാഠങ്ങളും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് കടന്നു വരുന്ന വിഷയങ്ങളാണെങ്കിൽ ധാരാളം സമയം വേണ്ടിവരും. 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളതെങ്കിലും വളരെ വിശാലമായ പഠനം അർഹിക്കുന്ന സൂറത്താണ്. ഈ സൂറത്ത് ഓതുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഒന്നും ഞാൻ ഇന്ന് പറയുകയില്ല. ഇൻഷാ അല്ലാഹ് അത് ശനിയാഴ്ചയിലേക്ക് നീട്ടിവെക്കുകയാണ്. സമാപനത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. ഒരുപാട് ഗുണപാഠങ്ങൾ വിഷമിക്കുന്ന കൽബുകൾക്ക്, വിഷമിക്കുന്ന മനസ്സുകൾക്ക്, നീറുന്ന പ്രശ്നങ്ങൾക്ക് വളരെ വലിയ പരിഹാരം നിർദ്ദേശിക്കുന്ന സൂറത്താണ് സൂറത്തു ശർഹ്. അതിൻ്റെ പേര് നോക്ക് നിങ്ങൾ. ശർഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശാലത എന്നാണ്. നമുക്ക് വേണ്ടത് അതാണ്, മാനസിക വിശാലത. ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. അതിൻ്റെ ഒരു കുറവ് നമ്മൾ എല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ സങ്കുചിത താല്പര്യം കൊണ്ട് കുടുംബജീവിതം വരെ വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. വിശാലമായ മനസ്സ് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാനും ഒരുപാട് വിഷയങ്ങൾ ഗ്രഹിക്കാനും ഏറ്റവും നമ്പർ 1 വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാനും നമ്മുടെ മനസ്സിന് അല്ലാഹു അവസരം തരും. ആ വിശാല മനസ്കത ഇന്ന് വിശദീകരിക്കുന്നു സൂറത്തു ശർഹിന്റെ 1-ാമത്തെ വചനത്തിലൂടെ, സൂക്തത്തിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നു. അലം നശ്റഹ് ലക സ്വദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅനാ ലക ദിക്റക്. ഇവിടെ 3 ഗുണങ്ങളാണ് ഒന്നേ ഇന്ന് വിശദീകരിക്കുന്നുള്ളൂ. ഈ സൂറത്തിൽ ഇപ്പോൾ ഓതിവച്ച 4 ആയത്തുകളിൽ ലോകത്ത് മറ്റൊരു നേതാവിനും നൽകപ്പെടാത്ത വിധം, മറ്റൊരു നബിക്കും മറ്റൊരു വലിയനും മറ്റൊരു സ്വാലിഹിനും നൽകപ്പെടാത്ത വിധം വലിയ ഗുണങ്ങൾ നൽകപ്പെട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിലെ 1-ാമത് അള്ളാഹു എണ്ണി ചോദിക്കുന്നത് ഇതിങ്ങനെ കിട്ടിയിട്ടില്ലേ എന്ന് സമ്മതിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, തന്നിട്ടുണ്ടല്ലോ എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇല്ലേ ഇല്ലേ എന്ന് ഉത്തരം പറയാനല്ല, ഉണ്ട് എന്ന് ചിന്തിച്ചു മനസ്സിലാക്കാനാണ്. അലം നശ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ലയോ, ലകാ തങ്ങൾക്ക്, മുത്തുനബിയെ തങ്ങൾക്ക് നാം വിശാലമാക്കിയിട്ടില്ലയോ, സ്വദ്റക അവിടുത്തെ മനസ്സിനെ, അവിടുത്തെ ഹൃദയത്തെ, അവിടുത്തെ സ്വദറിനെ. എന്തേ സ്വദർ എന്ന് പറഞ്ഞു? അതിൻ്റെ പിന്നിൽ വിശാലമായ വിശദീകരണമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അലം നശ്റഹ് ലക സ്വദ്റക്, അവിടുത്തേക്ക് അങ്ങയുടെ മനസ്സിനെ വിശാലമാക്കി തന്നിട്ടില്ലയോ നബിയേ? ചോദ്യത്തിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട്, നാം പ്രവിശാലമാക്കി തന്നിട്ടുണ്ട്. ആരാണ് അവിടുത്തെ മനസ്സിനെ വിശാലമാക്കിയത്? യജമാനനായ റബ്ബ് തആല. അല്ലാഹു തആല വിശാലത നൽകിയാൽ അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് ഈ ശർഹ് സ്വദ്ർ എന്ന വാക്കിൻ്റെ താല്പര്യം? അങ്ങേക്ക് നാം മനസ്സ് വിശാലമാക്കി തന്നിട്ടുണ്ടല്ലോ, വലിയ അനുഗ്രഹമാണ് നാം തങ്ങൾക്ക് നൽകിയത്. ഈ വിശാല മനസ്കതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നബിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതേ പ്രാർത്ഥിക്കാതെ തന്നെ
ചോദിക്കാതെ തന്നെ അപേക്ഷിക്കാതെ തന്നെ തങ്ങൾക്ക് നാം അത് തന്നു കഴിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ, റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ആരോടാ പ്രബോധനം ചെയ്യാൻ പോകുന്നത്? 30 കൊല്ലം കൊട്ടാരത്തിൽ ജീവിച്ച് ആ 30 കൊല്ലത്തെ ജീവിതത്തിൽ നിന്ന് തീർത്തും അറിയാം ഫിർഔൻ എന്ന ഭരണാധികാരിയുടെ ദുർചെയ്തികൾ എന്തൊക്കെയാണ്, അവന്റെ അക്രമങ്ങൾ എന്തൊക്കെയാണ്, അധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി അറിയാം. കൊട്ടാരത്തിന്റെ ഉള്ളിലല്ലേ താമസം. ഇനി ആ ഫിർഔനിനോടാണ് പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന റസൂലുള്ളാഹ് ഈ സന്ദേശം മുഴക്കേണ്ടത് ഫിർഔനിനോട് പോയിട്ടാണ്. അതിന് ചെറിയൊരു ശർഹ് സ്വദറൊന്നും പോരാ. റബ്ബിശ്റഹ് ലീ സ്വദ്രി, എൻ്റെ സ്വദർ, എൻ്റെ മനസ്സ് നീ എനിക്ക് വിശാലമാക്കി തരണം. ഇത് ചോദിച്ചിട്ട് അല്ലാഹു തആല ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയതാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചോദിക്കാതെ തന്നെ അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു. അവിടുന്ന് ചോദിച്ചിട്ടില്ല, എനിക്കിത് വേണമെന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ അല്ലാഹു കനിഞ്ഞു നൽകിയതിന് വളരെ വലിയ വലുപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിഗണന ചെറുതല്ല. വഅന്നഹു ബാദാഹു ബിഹി മിൻ ഗൈരി ത്വലബിൻ, ചോദിക്കാതെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇത് നൽകിയതിൻ്റെ പിന്നിലെ രഹസ്യം, സർവ അമ്പിയാക്കളെക്കാളും അല്ലാഹു ഏറ്റവും പരിഗണിക്കുന്നത്, അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത്, അല്ലാഹു ഏറ്റവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത് അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എന്ന് പഠിപ്പിക്കുക കൂടി ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് വഹുവ ഖദറുൻ സായിദുൻ അലാ മുത്ലഖിർ റിസാല. ഇമാം ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, സാധാരണ കൊടുക്കുന്ന റിസാലത്തിനേക്കാളും ഒരു ശ്രേഷ്ഠമായ പദവി ഇവിടെ കൂടുതലുണ്ട്. അതേത് ചോദിച്ചു കിട്ടിയതല്ല, അല്ലാഹു ഡയറക്റ്റായി നൽകിയതാണ്. ഷർഹു സ്വദ്ർ എന്ന വാക്ക് വിശദീകരിച്ചപ്പോ ഭാഷാർത്ഥത്തിൽ മഹാന്മാര് പറഞ്ഞു, ബസ്തുഹു ബിനൂരിൻ ഇലാഹിയിൻ. മാനസിക വിശാലത എന്നാൽ ഇലാഹിയായ ഒളിവ് കൊണ്ട്, നൂറ് കൊണ്ട്, പ്രകാശം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും മനസ്സിലാക്കാൻ വേണ്ടി. ഇലാഹിയായ നൂറ് കൊണ്ട് മനസ്സിന് അല്ലാഹു വിശാലമാക്കി തരിക. അങ്ങനെയാകുമ്പോ മുന്നിൽ വരുന്ന അക്രമിയെ, അക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് വരുന്ന ആളെ തിരുത്താനുള്ള മാനസിക വിശാലത ഉണ്ടാകും. അയാളെ തിരുത്തണം, അതേ നാണയത്തിൽ പ്രതിരോധിക്കാതെ തിരുത്തണം. മുന്നിൽ വന്ന് കള്ളം പറയുന്നവനെ വിമർശിക്കാതെ നന്നാക്കിയെടുക്കണം. വളരെ കാലമായിട്ട് വാക്ക് തർക്കത്തിലിരിക്കുന്ന, കലഹത്തിലിരിക്കുന്നവരെ രണ്ടു കൂട്ടരെയും സ്നേഹിച്ച് ഒരുമിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇലാഹിയായ നൂറ് അതാർക്കൊണ്ട് പറയാൻ പറ്റുക? എത്രയാണ് അവിടുത്തെ മനസ്സിനെ വിശാലമാക്കി കൊടുത്തത്? ഈ വിശാലത കൊണ്ടല്ലേ ഏത് അക്രമിയെയും തങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം നൽകി സ്വീകരിച്ചത്. ഏത് ആക്രമിക്കാൻ വരുന്ന ആളെയും അനുയായികളായ ആളുകൾ, സ്വഹാബ, അവരെ പോലെയല്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമനസ്. സ്വഹാബത്ത് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കണം, കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോ അതിൻ്റെ അപ്പുറം വായിച്ച് ശിക്ഷയെക്കാളും നല്ലത് വിട്ടുവീഴ്ച നൽകലാണ്. എന്നാൽ ഇവിടെ കിട്ടുന്ന, അതുകൊണ്ട് കിട്ടുന്ന ഗുണഫലം ചെറുതല്ല. ഇന്നേക്ക് മാത്രമാകൂല, നാളേക്ക് മാത്രമാകൂല, ഒരു വ്യക്തിയിൽ ഒതുങ്ങൂല, ഒരു കുടുംബത്തിൽ ഒതുങ്ങൂല, ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുകയില്ല. വളർന്നു വരുന്നൊരു സമൂഹത്തിന് മൊത്തം ഇത് ഉപകാരപ്പെടുമെന്ന് വായിച്ചറിഞ്ഞ്
അതേ പ്രതിരോധവുമായി മുന്നിൽ വന്ന ആൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ശർഹ് സ്വദർ എത്ര വലുതാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാനത് വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശർഹ് സ്വദർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ അറ്റങ്ങേയറ്റം വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല. ഈ വിശാല മനസ്കതയെ പറ്റി രണ്ടഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത്. അലം നശ്റഹ് ലക സ്വദ്റക്. ഈ മൂന്ന് ഗുണങ്ങളിലും നമ്മൾ ഒരു വാക്ക് പ്രത്യേകം ടച്ച് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. തങ്ങൾക്ക് എന്നുള്ള പ്രത്യേകത സൂചിപ്പിക്കുന്ന പദങ്ങൾ ഈ മൂന്ന് സിഫത്തുകളിലുണ്ട്. നേരത്തെ ഓതിയ 4 ആയത്തുകളിലുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും തന്നതുപോലെ എന്നല്ല. അലം നശ്റഹ് ലക, തങ്ങൾക്ക് നാം വിശാലമാക്കി തന്നിട്ടില്ലേ? അത് മറ്റാർക്കും തന്നതുപോലെയല്ല, മറ്റാർക്കും നമ്മൾ കൊടുത്തതുപോലെയല്ല. അലം നശ്റഹ് ലക സ്വദ്റക്, അതങ്ങനെ വിശദീകരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നേരിട്ട് തങ്ങളോട് പറഞ്ഞ സംബോധന ചെയ്തതിൽ തങ്ങൾക്ക് മാത്രം കൊടുത്ത ഒരു പ്രത്യേകതയാണെന്ന് പഠിപ്പിക്കലുണ്ട്. എല്ലാവർക്കും മാനസിക വിശാലത ഉണ്ട്, എല്ലാവർക്കും കൊടുത്തതുപോലെയല്ല. അപ്പൊ ഈ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വത്തിന്റെ വലുപ്പവും വിശാലതയും വെളിച്ചവും മനസ്സിലാക്കണം. അലം നശ്റഹ് ലക്, തങ്ങൾക്ക് നാം വിശാലത തന്നത് സെപ്പറേറ്റ് ആണ്, അത് മറ്റാർക്കും കൊടുത്തതുപോലെയല്ല. നമുക്കൊക്കെ വിശാലത ഉണ്ട്, മാനസിക വിശാലത ഉണ്ട്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിയതുപോലെ ലോകത്തൊരു കുട്ടിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഞാൻ അടുത്ത ആയത്തെടുത്ത് നോക്കി, അവിടെ അതാ പറയുന്നത് തങ്ങളിൽ നിന്ന് നമ്മൾ താഴ്ത്തിക്കളഞ്ഞു, തങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞു. ഒക്കെ നേരിട്ടാണല്ലോ പറയുന്നത്. അല്ലദീ അൻഖള ലഹ്റക്, അവിടുത്തെ മുതുവിനെ ഒടിക്കും വിധം, വളച്ചൊടിക്കും വിധം ഭാരമാകുന്ന വലിയൊരു ഭാരത്തെ തങ്ങളിൽ നിന്ന് നമ്മൾ താഴ്ത്തിക്കളഞ്ഞു, തങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ചു. അങ്ങേക്ക് അങ്ങനത്തൊരു ഭാരം നമ്മൾ തന്നിട്ടില്ല. അടുത്തതും നോക്ക്, വറഫഅനാ ലക ദിക്റക്, അങ്ങേക്ക് നബിയെ നമ്മൾ പ്രകീർത്തനം ഉയർത്തി തന്നിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക്, അങ്ങേക്ക് നാം പ്രകീർത്തനത്തെ ഉയർത്തിയിരിക്കുന്നു. നമ്മൾ ഉയർത്തിയ പ്രകീർത്തനം താഴ്ത്താൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. കാരണം ഉയർത്തിയവൻ യജമാനനായ റബ്ബാണ്. അതായത്ത് വരുമ്പോ നമുക്ക് വിശദമായി പറയാം. അവിടെ നന്നായി തഫ്സീർ വായിച്ചു പറയാം. ഇവിടെ ഞാൻ 4 ആയത്തും പറഞ്ഞപ്പോ 4 ആയത്തിലും ഒരു വിഷയം മനസ്സിലാക്കണം. ഈ 4 ആയത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രത്യേകതകളാണ് അള്ളാഹു നേരിട്ട് തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾക്ക് അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയില്ലേ എന്ന് തങ്ങൾക്ക് അള്ളാഹു മനസ്സിന് വലിയ സമാധാനം നൽകിയിട്ട് ലോകത്താരി എന്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും എന്താണ്, ശർഹ് സ്വദറുണ്ടോ? ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, ഇവിടെ ഒന്നും വരാനില്ല. ആ ശർഹ് സ്വദർ മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ ലഭിക്കും, നമുക്കൊക്കെ അള്ളാഹു തരും എന്നതിന്റെ ഹദീസാ നേരത്തെ ഞാൻ വായിച്ചത്. അള്ളാഹു നമുക്ക് തേറ്റിത്തരട്ടെ. ഉണ്ടെങ്കിൽ അതിന് അടയാളമുണ്ടോ? അടയാളമുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മളിൽ അത് ഉണ്ടോ ഇല്ലേ എന്ന് ജനങ്ങൾക്ക് നോക്കാൻ പറ്റും വിധം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സമന്വയിപ്പിച്ച് ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ സമന്വയിപ്പിച്ച് ജീവിച്ച, അങ്ങനെ കൂട്ടിച്ചേർത്ത് ജീവിച്ച വിശാലത മനസ്കതയുടെ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലും ഉണ്ടാകാം. അലം നശ്റഹ് ലക സ്വദ്റക്, അങ്ങയുടെ മനസ്സിനെ നാം വിശാലമാക്കി തന്നില്ലയോ? ശർഹ് സ്വദ്ർ എന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്ന്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മറ്റു ചില മലക്കുകളുമായി അവിടുത്തെ 4-ാമത്തെ വയസ്സ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലക്കുകളുടെ നേതൃത്വത്തിൽ വന്നിട്ട് ശഖ്ഖു സ്വദ്ർ നടത്തി. അഥവാ അവിടുത്തെ സ്വദ്റിന്റെ ഭാഗം ഒന്ന് കീറി. അതൊരു പ്രത്യേക കീറലാണ്. കീറി എന്ന് പറയുമ്പോ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കീറലാണെന്ന് മനസ്സിലാക്കരുത്. കാരണം മലക്കുകളാണല്ലോ പ്രക്രിയ നടത്തുന്നത്.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവും വന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ തങ്ങളെ മയക്കിക്കിടത്തിയിട്ട് ഉറക്കിക്കിടത്തിയിട്ട് എന്തെങ്കിലും ചെയ്തതല്ല, ശരിക്ക് കൃത്യമായതിന്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. കുറച്ച് ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വന്നു, എന്നൊരു ഭാഗത്തേക്ക് പിടിച്ചവര് കിടത്തി. എന്നിട്ട് ഇവിടം മുതൽ ഇവിടം വരെ കൃത്യമായതിന്റെ എൻഡ് പറഞ്ഞു കൊടുത്തവർ തുറന്നു, ഓപ്പൺ ചെയ്ത് ഉള്ളിൽ നിന്ന് ചിലതൊക്കെ എടുത്തവർ പുറത്താക്കി. എന്നിട്ടവിടെ ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു വെച്ചു. ഇത് ഒരു തവണയല്ല, മറ്റൊരു തവണ ഉണ്ടായിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ മറ്റൊരു തവണ ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായിന്റെ യാത്രക്ക് മുമ്പാണ്. അല്ല, 4മത്തൊരു തവണ വേറെയും ഉണ്ട്, പ്രായപൂർത്തി എത്തുന്ന സമയത്ത് എന്ന് റിപ്പോർട്ട് ചെയ്തവരും ഉണ്ട്. ഇരിക്കട്ടെ, ഈ ഷഖ്ഖു സ്വദർ, ശർഹു സ്വദറിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ അനുഗ്രഹമാണ്. അതേ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹമാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടുള്ളത് ശർഹു സ്വദർ എന്നാൽ മാ യർജിഉ ഇലൽ മഅരിഫത്തി വത്ത്വഅ, അവിടുത്തെ മനസ്സിന് അല്ലാഹു നൽകിയ ജ്ഞാനം എത്രമാത്രം വലിയ മഅരിഫത്താണ്, തങ്ങളുടെ മാനസിക വിശാലതക്ക് അല്ലാഹു നൽകിയത്. അവിടുത്തെ അറിവ് സമ്മതിച്ചില്ലേ? ആ അറിവ് സമ്മതിച്ചത് കൊണ്ടല്ലേ ആ വിശാല മനസ്സിൽ നിന്ന് പുറത്തേക്ക് പ്രതിഫലിച്ച അറിവ് സമ്മതിച്ചുകൊണ്ടല്ലേ വളരെ വലിയ ധിക്കാരികളും തങ്ങളെ മുന്നിൽ അവരുടെ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിട്ടത് ആ വലിയ ജ്ഞാനം കൊണ്ടാണ്, അനുസരണവുമാൻ. തങ്ങൾക്ക് അല്ലാഹു നൽകിയ മാനസിക വിശാലതക്ക് കാരണമായി നൽകിയ മഅരിഫത്തില്ലേ, അറിവില്ലേ, ആ അറിവ് കൊണ്ട് എല്ലാ ആളുകളെയും, മനുഷ്യരെയും ജിന്നുകളെയും സർവ മനുഷ്യന്മാരെയും വാഗ്വാദത്തിന് വരുന്നവരെയും അല്ലാത്തവരെയും മുഴുവൻ ആളുകളെയും സ്വീകരിച്ച് അവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുക്കാൻ അവിടുത്തെ മനസ്സിന് അല്ലാഹു പാകപ്പെടുത്തി. ആ മനസ്സിൽ നിന്ന് ടെൻഷനുകൾ അല്ലാഹു പൂർണ്ണമായും നീക്കിവെച്ചു. ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറാ ഞാൻ വായിക്കുന്നത്, ബിഅൻ അഖ്റജ അൻ ഖൽബിഹി ജമീഅൽ ഹുമൂം. ടെൻഷനുകൾ അവിടുത്തെ മനസ്സിനില്ല, അവിടുത്തെ മനസ്സിനാകെ ഒരൊറ്റ ഹമ്മേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് കൽപ്പിച്ച റിസാലത്തും നുബുവത്തുമില്ലേ, അത് വിശദീകരിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള ഹമ്മ, അല്ലാഹു ഏൽപ്പിച്ച ആ ഒരു വിഷയം കൈമാറുന്നതിലുള്ള ഒരു വിഷയം, അത് മനസ്സിരുത്തിയിട്ട് തങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ മനസ്സിനെ കുടുംബത്തിന്റെ ചെലവ്, മക്കളെ ചെലവ്, ആ ടെൻഷൻ തങ്ങളെ മനസ്സിൽ വരുന്നില്ല. ശല്യക്കാര് ശല്യവുമായിട്ട് വരുമ്പോ അവരെന്നെ ശല്യം ചെയ്തല്ലോ എന്നൊരു മനോവേദനയില്ല. അതുകൊണ്ടാണ് വളരെ കടുത്ത ശല്യം സഖീഫ് ഗോത്രക്കാരിൽ നിന്ന് കിട്ടിയിട്ടും അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമിഹി ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരാണ്, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം അവിടുന്ന് പ്രാർത്ഥിച്ചത്. അതേ, അവരിലേക്ക് പോകാനോ തങ്ങൾക്ക് മടിയില്ല, അവരെ ഉപദേശിക്കാനോ തങ്ങൾക്ക് ഖൗഫില്ല. പേടികൊണ്ട് തങ്ങൾ ആരോടെങ്കിലും പോയി പറയാതിരിക്കുമോ? ഇല്ല. ആരോടും അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം പോയി പറയുന്നതിൽ അവിടുത്തെ ശർഹു സ്വദർ വിശാലമാണ്. ആ അറിവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് തടവുകാരോടൊക്കെ മോചനദ്രവ്യം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഉപ്പാന്റെ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും തടവുകാരിൽപ്പെട്ട ഒരാളാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഖുറൈശികള് നിർബന്ധിച്ച് നിങ്ങൾ കാരണവരാണ്, പോരണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാ ബദറിലേക്ക്. ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ല, നിങ്ങൾ വരണം, നിങ്ങൾ നേതൃസ്ഥാനത്ത് നിൽക്കാനെങ്കിലും വരണം, യുദ്ധമൊന്നും ചെയ്യണ്ട. കാരണം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു അനുകമ്പയും സ്നേഹമുണ്ട്. പക്ഷെ ഇവരിങ്ങനെ നിർബന്ധിക്കുമ്പോൾ പോകാതിരുന്നാൽ പറ്റൂലല്ലോ, മക്കത്തല്ലേ താമസിക്കുന്ന കരുതി പോയി. തടവുകാരിൽ പിടിക്കപ്പെട്ടു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോടും തങ്ങൾ പറഞ്ഞു, മോചനദ്രവ്യം വേണം.
അബ്ബാസ് എന്നവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ തരാൻ കാശൊന്നുമില്ല, ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്. ഇത് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അള്ളാഹു നൽകിയ മാരിഫത്ത്, വിശാല മനസ്കതക്ക് അള്ളാഹു നൽകിയ അറിവ്, ആ അറിവ് വെച്ച് തങ്ങൾ പ്രതിരോധിക്കുകയാണ്. അല്ല അബ്ബാസ്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഈ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ടാക്കി അതിൽ ഒളിപ്പിച്ചു വെച്ച സ്വത്തെവിടെ അബ്ബാസ്? അതങ്ങ് ചോദിച്ചപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഹഖ്ഖൻ ഇന്നക റസൂലുള്ളാഹ്, ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്, എനിക്ക് സംശയമല്ല. കാരണം ഇങ്ങനൊരു വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നെ അറിയിച്ചെന്നതാണ്. ഞാനും എൻ്റെ ഭാര്യ അല്ലാത്ത മറ്റൊരു കുട്ടിയും ഇതറിയില്ല, മക്കൾ പോലും അറിയില്ല. വീട്ടിൻ്റെ ഉള്ളിൽ അറയുണ്ടാക്കിയിട്ട് അതിൽ സമ്പത്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാണുന്നിടത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ സമ്പത്തില്ല എന്ന് പറഞ്ഞില്ലേ അബ്ബാസ്? നിങ്ങൾ സമ്പത്തില്ലേ നിങ്ങൾക്ക്? അത് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്ക്, ഈ മനസ്സിൽ നിന്ന് നൽകുന്ന ഈ മാരിഫത്ത് കൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് വിശാലമായി. വിശുദ്ധ ഇസ്ലാമിലേക്ക് ആ മനസ്സിൽ ഒരു നൂറിട്ട് കൊടുക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല മനസ്കത കൊണ്ട് കഴിഞ്ഞു. അവിടെ തങ്ങൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ എതിർത്തില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തങ്ങ് പങ്കുവെച്ചപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ സംശയിച്ച് നിൽക്കുന്ന മുഴുവൻ മേഖലകളും തുടച്ചു നീങ്ങിയിട്ട് ഷഹാദത്തിന്റെ പ്രകാശം ആ മനസ്സിൽ ഉദിക്കുകയുണ്ടായി. ഇതല്ലാഹു അവിടത്തേക്ക് നൽകിയ മാനസിക വിശാലതയാണ്, അറിവാണ് സഹോദരന്മാരെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട അറിവിന് കയ്യും കണക്കുമില്ലല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ബാക്കിയുള്ള ആളുകൾ മുഴുവനും തങ്ങൾ പ്രതിരോധിച്ചത്. ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഉമൈർ ബിൻ വഹബ്? ബദ്ർ യുദ്ധത്തിലൊക്കെ ധീരധീരം പോരാടിയിട്ട് തടവുകാരിലൊന്നും പെടാതെ പിടുത്തം കൊടുക്കാതെ ഒരുപാട് ശത്രുത ചെയ്തിട്ട് മക്കത്തേക്ക് തിരിച്ചെത്തിയ ഉമൈർ ബിൻ വഹബ് മക്കയിലെത്തി നോക്കുമ്പോൾ നേതാക്കളൊന്നുമില്ല. കാരണം ഒരുപാട് എണ്ണിക്കണക്കാക്കുന്ന നേതാക്കൾ, അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് തുടങ്ങി വലിയ വലിയ നേതാക്കൾ മുഴുവനും പോയിട്ടുണ്ട്. കഅബയുടെ മുറ്റത്തിരിക്കുന്ന തിണ്ണയിൽ ഏറ്റവും ചുരുങ്ങിയത് 10-25 നേതാക്കൾ ഇരിക്കാറുണ്ടെന്നും രാവിലെ. പക്ഷേ ഇപ്പൊ പോയി നോക്കുമ്പോൾ അതൊക്കെ ശൂന്യമാണ്. അവിടെ ഇരിക്കാൻ വന്ന ഒരാൾ അബൂ സുഫിയാനും അതുപോലെ തന്നെ ചില്ലറ ആളുകളുമാണ്. കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കൂട്ടുകാരനായ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് വിഷയം പങ്കുവെക്കുമ്പോൾ ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, ചില്ലറ കടവും ഭാര്യ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനയിൽ പോയി ആ നേതാവിന്റെ തലയെടുത്ത് വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ആ ചാൻസ് മുതലാക്കിയിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, നീ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലെങ്കിൽ ഒരുങ്ങിക്കോ, കടം ഞാൻ ഏറ്റെടുത്തു, റെഡി, ഞാൻ വീട്ടിക്കോളാം, സ്വത്തൊക്കെ എനിക്കുണ്ടല്ലോ, ഭാര്യ മക്കളല്ലേ, ഞാൻ ചെലവ് നോക്കി പോറ്റിക്കോളാം, പ്രശ്നം നോക്കണ്ട, തിരിച്ചു വരാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനതൊക്കെ ഏറ്റെടുത്തു, റെഡിയാണെന്ന് വെച്ചു. റെഡിയാണെന്നോ അപ്പറഞ്ഞ പറച്ചിലിൽ ഉമൈർ ബിൻ വഹബ് ഒരുങ്ങി. ഏറ്റവും നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് വിഷത്തിലൂട്ടി. വിഷത്തിലൂട്ടിയ വാളൊന്ന് ഉറയിൽ നിന്ന് എടുത്താൽ തന്നെ എല്ലാവർക്കും കണ്ടാ തിരിയും. അതൊരു സാധാ വാളല്ല. വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് നീങ്ങി. എന്താ ലക്ഷ്യം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്ത് വരണം, എന്നിട്ട് സഫ്വാനെയും കൂട്ടരെയും സന്തോഷിപ്പിക്കണം, എന്നിട്ട് മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് കരുതിയാ പോകുന്നത്. മദീനയിലെത്തുമ്പോൾ ആദ്യമായിട്ട് ഉമൈർ ബിൻ വഹബിനെ കാണുന്നത് മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ ഇരുന്നിട്ട് അള്ളാഹു ബദറിൽ തന്ന സഹായത്തെക്കുറിച്ച് ഒരവലോകന യോഗം നടക്കുകയാണ് അവിടെ. ബദറിൽ അള്ളാഹു ചെയ്ത സഹായം അതവരനുഭവിച്ചതല്ലേ. ലോകത്ത് തുല്യതയില്ലല്ലോ ആ സഹായത്തിന്. ഏതെങ്കിലും ഒരു നബിക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സഹായം ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ ഖുർആൻ പറയുന്നത്. മുൻഗാമികളൊക്കെ അല്ലാഹു ശിക്ഷിച്ചതിന്റെ രൂപം അല്ലാഹു തആല പറയുന്നുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഅ് വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരെയും നരനായാട്ട് നടത്തിയിട്ട് വലിച്ചിയച്ച് കല്ലെടുത്ത് എറിഞ്ഞ് ചവിട്ടിക്കുടൽമാല പുറത്തെടുത്തിട്ട് വളരെയധികം ദയനീയമായ രൂപത്തിൽ കൊല്ലാകൊല നടത്തിയ അന്ത്വാക്കിയയിലെ ജനങ്ങൾ, ആ ജനതക്കെതിരെ നമ്മൾ മേൽഭാഗത്തുനിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി. ഹബീബുൻ നജ്ജാർ തങ്ങൾ വഫാത്തായ ശേഷം അവരെ ശിക്ഷിക്കാൻ മുകൾ ഭാഗത്തു നിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ഇറക്കുന്നൊരു പതിവും നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അവരെ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ഒരൊറ്റ അട്ടഹാസം മാത്രമേ നടന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവരെ നാടിന്റെ ഒരു അറ്റത്തിൽ നിന്നൊരു അട്ടഹാസം നടത്തി. ഒന്ന് സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. അപ്പോഴേക്ക് അവർ നിശ്ചലരായി പോയി. ഹമദ എന്ന് പറഞ്ഞാൽ തീ കെട്ടു എന്നതിനാ ഹമദ എന്ന് പറയാ. വെള്ളം പാർന്നിട്ടോ മറ്റോ തീ പെട്ടെന്ന് അണഞ്ഞു പോകുന്നതിനാ ഹമദ എന്ന് പറയാ. ഹമദ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചതിന്റെ പിന്നിലെ താല്പര്യം, ശിക്ഷ വന്നപ്പോഴേക്ക്, അട്ടഹാസം വന്നപ്പോഴേക്ക് ഒന്നെണീറ്റ് നടക്കാനോ ഒരഭിപ്രായം ചോദിക്കാനോ തൗബ ചെയ്യാനോ ഒരു വാക്ക് പറയാനോ ഒന്നിനും അല്ലാഹു ചാൻസ് കൊടുത്തിട്ടില്ല. ഫഇദാഹും ഖാമിദൂൻ. ഉടനടി അവർ കെട്ടുപോയി, നിശ്ചലരായി പോയി. ഇതാണ് അള്ളാഹുവിന്റെ പതിവ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കൊണ്ട് ഒരുപാട് പേര് അല്ലാഹു തആല അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളം ജലപ്രളയം ഉണ്ടാക്കിയിട്ട്, ഇങ്ങനെ, അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് തുരുതുരാ ശിക്ഷ ഇറക്കിയിട്ട്. പക്ഷേ മലക്കുകളെ ഇറക്കി കൊടുത്തിട്ട് അല്ലാഹു തആല സഹായിച്ചത് അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയുമാണ്. അപ്പൊ അവരാ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി അവരിങ്ങനെ ചർച്ച ചെയ്യാൻ വല്ലാത്തൊരു സന്തോഷമല്ലേ കിട്ടിയത്. മലക്കുകൾ അല്ലാഹു ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷാണോ? അവരനുഭവിച്ചതല്ലേ അത്. വലത്തും ഇടത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പരിചയമില്ലാത്ത മുഖങ്ങളെ കണ്ടിട്ട് ആരൊക്കെയാണ് ഈ നിൽക്കുന്നത്, എന്തൊരു സഹായമാണ് ഈ കിട്ടിയത്, വല്ലാത്തൊരു സഹായം അനുഭവിച്ചതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് നല്ല ഒട്ടകപ്പുറത്ത് വിഷത്തിലൂട്ടിയ വാളുമായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ശത്രു ഇതാ വന്നിരിക്കുന്നു. ഒറ്റച്ചാട്ടം പള്ളിന്റെ പുറത്തേക്ക്, പള്ളിയുടെ പുറത്തേക്ക് എടുത്ത് ചാടി. സ്വഹാബത്ത് മുഴുവനും എണീറ്റ് ഉമർ റളിയല്ലാഹുവിന്റെ പിന്നിൽ. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി നോക്കുമ്പോ വാഹനം നിർത്തിയിട്ട് ഉമൈർ ബിൻ വഹ്ബ് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമുറ്റത്താണ്. ആ വീട്ടിലേക്കാ വരുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ തടസ്സം ചെയ്തു നിന്നു, ബ്ലോക്ക് ചെയ്തു നിന്നു. രണ്ട് കൈ ഇങ്ങനെ വെച്ചു, ഉള്ളിലേക്ക് കടത്തി വിടാത്ത രൂപത്തിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിർത്തം നോക്കുന്നു. എന്താണ് ഉമറേ, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ശത്രുവായ ഉമൈർ ബിൻ വഹ്ബ് വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വിശാല മനസ്കത, അതൊന്ന് ശരിയാക്കിയേക്ക് എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. എത്ര സ്വഹാബയുണ്ട് അവിടെ. പക്ഷെ അതിനേക്കാളും വലിയ ശർഹ് സദ്ർ, ആ വന്ന ശത്രുവിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ആ വരുന്ന ശത്രു എന്തായിട്ടാ വരുന്നത്, എന്താണ് ആ ശത്രുവിന്റെ ലക്ഷ്യം, എങ്ങനെയാണ് ആ ശത്രുവിനെ നന്നാക്കേണ്ടത്, എന്താണ് അതിനൊക്കെ ഉള്ള പഴുത്, അള്ളാഹു തന്ന ഇൽമ് അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രതികാരത്തിന്റെ പ്രതിധ്വനിയല്ല. അങ്ങനെയാണെങ്കിൽ അന്ന് നിൽക്കുന്ന ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്നെ ശരിയാക്കിയേക്കും. ഉടനടി ശരിയാക്കൂലേ? ഉമർ റളിയല്ലാഹുവിനെ മാറ്റി നിർത്തി. മാറി നിൽക്കൂ ഉമർ, ഉമൈർ അടുത്ത് വരട്ടെ. ഉദ്നു മിന്നീ യാ ഉമൈർ, ഉദ്നു മിന്നീ യാ ഉമൈർ, അടുത്തുവാ ഉമൈറെ, അടുത്തുവാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ മഹാനവർകൾ അടുത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടുപോകരുത്, നിങ്ങൾ ഈ വീട്ടിന്റെ പരിസരത്ത് അതിന്റെ ഉള്ളിലായിട്ട് നിങ്ങളുണ്ടാകണം.
അവൻ എന്തെങ്കിലും ചെയ്ത് പറ്റിച്ചാലോ നമുക്കറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കുറച്ചു പേരെ അവിടെ നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു പോയി. പതുക്കെ ഇങ്ങനെ നിൽക്കുന്ന വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഉമൈർ ബിൻ വഹ്ബിനെ വിളിക്കുന്നു. ഇതിനുമിന്നി അടുത്ത് വാ, അടുത്ത് വാ. സ്വഹാബത്തൊക്കെ സാഗൂതം ശ്രവിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. വാളൂരി പിടിച്ചിട്ടാ പോകുന്നത്. വാളുമായിട്ട് വന്ന മനുഷ്യനെ ആ വാള് കൊണ്ടൊന്ന് തട്ടിത്തെറിപ്പിച്ചിട്ട് തിരിച്ചു മാറിടത്തിലേക്ക് കുത്താതെ, ആ വാള് തട്ടിത്തെറിപ്പിച്ച് കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്താതെ, ആ വാള് കൊണ്ട് ആ മനുഷ്യന്റെ ശിരച്ഛേദം നടത്താതെ, ആ മനുഷ്യനെ അള്ളാഹു നൽകിയ മാരിഫത്ത് കൊണ്ട്, വിശാലത കൊണ്ട് നന്നാക്കിയെടുക്കണം. തങ്ങൾ പുഞ്ചിരിയോടെ ചോദിക്കുന്നു, ഉമൈർ എന്തിനാ വന്നത്? ഉമൈർ ബിൻ വഹ്ബിനോട് ചോദിക്കാ, എന്തിനാ വന്നത്? ഉമൈർ ബിൻ വഹ്ബ് പറയുന്നു, ഒന്നിനുമല്ല, എന്റെ പുത്രൻ വഹ്ബുണ്ടല്ലോ, തടവുകാരിൽ വഹ്ബിനെ കൊണ്ടുപോകാൻ വന്നതാണ്, എന്റെ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി വന്നതാണ്. അല്ല ഉമൈർ, തുറന്നു പറയണം, എന്തിനാ വന്നത്? രണ്ടാമതും തങ്ങൾ ചോദിച്ചു, എന്തിനാ വന്നത്? അപ്പോഴും ഉമൈർ ബിൻ വഹ്ബ് പറഞ്ഞു, വന്നത് മകനെ കിട്ടാനാണ്. മൂന്നാമതും ചോദിച്ചു, പറയണം ഉമൈർ, എന്തിനാ വന്നത്? മകനെ കൊണ്ടുപോകാനാ വന്നത്. അപ്പൊ പിന്നെ തങ്ങൾ ചോദിച്ചു, അതിനെന്തിനാണ് വാള്? വാഹനം പോരെ? മകനെ കൊണ്ടുപോകാൻ പലരും വരാറുണ്ട്, വാളെടുത്തിട്ടോ ഉപകരണങ്ങൾ എടുത്തിട്ടോ ആരും വരാറില്ല. നിങ്ങൾ എന്തിനാ വാളെടുത്ത് വന്നത്? ഇതും സാധാ വാളല്ലല്ലോ. അപ്പോ ഉമൈർ ബിൻ വഹ്ബ് പറഞ്ഞു, വാളുകൊണ്ട് എന്ത് നടക്കാനാണ്? വാളുകൊണ്ട് വല്ലോ നടക്കണമെങ്കിൽ നിങ്ങളെ നേതാക്കൾക്ക് എത്ര വാളുണ്ടായിരുന്നു? കണക്കുണ്ടോ അതിന്? എത്ര പടയങ്കി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ? എത്ര എത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ശേഖരണം നടത്തിയിട്ടാ മക്കയിൽ നിന്ന് അവർ വന്നത്? എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഇത് വെറുതെ പിടിച്ചതാ. അങ്ങനെ പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരു മനുഷ്യനെ സത്യദർശനത്തിലേക്ക്, വിശ്വാസത്തിന്റെ ഈ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നത് ഒരിക്കലും ഭീഷണിയുടെ ഒരു സ്വരം കൊണ്ട് ഒരിക്കലും അങ്ങനെ നടത്തിയിട്ടില്ല. ലോകത്തങ്ങനെ തെളിക്കാൻ കഴിയൂല. നീ മുസ്ലിമായേ പറ്റൂ എന്ന് തങ്ങൾ പറഞ്ഞ് കീർത്തനയോടെ കൊണ്ടുവന്നതല്ല. അവരുടെ മനസ്സ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ശർഹു സുദർ തുറന്നു വെച്ച്, അതിലെ മാരിഫത്ത് തുറന്നു വെച്ച് അവരെ മനസ്സിലേക്ക് പകുത്തു കൊടുക്കുകയായിരുന്നു. അല്ല ഉമൈർ, ഒന്ന് നീ പറയണം, നീ നിന്റെ കടവും നിന്റെ ഭാര്യ മക്കളെയും കഅബത്തുൽ മുശറഫയുടെ തിണ്ണയിലിരുന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന കൂട്ടുകാരനെ ഏൽപ്പിച്ച് എന്റെ തലയെടുക്കാൻ വന്നതല്ലേ ഉമൈർ? ഉമൈർ ഇബ്നു വഹ്ബ് അങ്ങ് കേൾക്കുമ്പോ അറിയാതെ വാളങ്ങ് വീണുപോയി, അറിയാതെ വാളങ്ങ് വീണുപോയി. മനസ്സങ്ങ് തുറന്നുപോയി. ആ മനസ്സിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം വിട്ടുകൊടുത്തു. ഉമൈർ ഇബ്നു വഹ്ബ് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയെ, എനിക്കുറപ്പായി, ഞാൻ എൻ്റെ ഭാര്യയോട് സമ്മതം ചോദിക്കാതെയാ വന്നത്, അത്രയും ധൃതിയിലാ ഞാൻ വന്നത്, എൻ്റെ കുടുംബക്കാരോടും പറയാതെയാ ഞാൻ പുറപ്പെട്ടത്. പക്ഷേ അങ്ങവിടുന്ന് ഈ വിഷയം മനസ്സിലാക്കി എന്നോട് പ്രതികരിച്ചത് തീർത്തും അല്ലാഹു തങ്ങൾക്കറിയിച്ചു തന്ന ഇൽമാണ്. അലം നശ്റഹ് ലക സദ്റക. ഏത് എതിരാളി വന്നാലും, ഏത് പ്രതിരോധിക്കുന്ന ആള് വന്നാലും അവനെ തിരുത്തേണ്ടതുപോലെ തിരുത്താൻ അല്ലാഹു തങ്ങൾക്ക് അറിവ് നൽകിയിട്ട് വിശാല മനസ്കത തന്നില്ലയോ ഹബീബേ? ഇത് ചെറിയ മനസ്സല്ല, ഇത് വിശാലമായ മനസ്സാണ്. ഏതൊരു ശത്രുവിനെയും ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സ്. സഹോദരങ്ങളെ, ആ ഒരു അധ്യായം മാത്രം പറഞ്ഞ എമ്പാടുമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഉമൈർ ഇബ്നു വഹ്ബ് ചിന്തിച്ച് കരയുകയാണ്. കാരണം 460 വരുന്ന കിലോമീറ്റർ അപ്പുറത്ത് മക്കയുടെ മണലാരണ്യത്തിൽ വെച്ച് കൂട്ടുകാരനോട് വിഷയങ്ങളൊക്കെ പങ്കുവച്ചത് എത്രമാത്രം വലിയ തീവ്രതയോടെയും ചൂടോടെയുമാണ്. അതിവിടെ വന്നപ്പോൾ മനസ്സിന്റെ ചൂടൊക്കെ തണുപ്പിച്ച്
യഥാർത്ഥ ഇൽമ് മനസ്സിലേക്ക് അങ്ങ് കുറിച്ചിട്ട് തന്നപ്പോ മനസ്സിനെന്തൊരു വിശാലത, എന്തൊരു തണുപ്പ്! മനസ്സിന്റെ ഗൗരവവും മനസ്സിന്റെ വീറും വാശിയൊക്കെ എവിടെ കെട്ടുപോയി? ഉമൈർ ഇബ്നു വഹബ് ചിന്തിക്കുന്നു. പിന്നെ നിങ്ങൾ നോക്ക്, ഉമൈറിനെയും കാത്ത് രാവും പകലും മക്ക വിടാതെ സഫ്വാൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു യാത്രാ സംഘത്തെ കണ്ടാ ചോദിക്കും, എൻ്റെ ഒരു കൂട്ടുകാരൻ മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നു, വരുന്ന വഴിവക്കിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടു? വരുന്ന വഴിവക്കിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടോ? എവിടെങ്കിലും കണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ചോദിക്കും. കാണുന്നവരോടൊക്കെ ചോദിക്കും, എന്തെങ്കിലും വിവരമുണ്ടോ, എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ചിലരൊക്കെ പറയും, പോകുന്നത് കണ്ടു, പിന്നെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. രാവും പകലും ഉറക്കം വെച്ച് കാത്തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കും, ഉടനെ വരും, അതേ സീറ്റിലിരിക്കും. ഒരു പക്ഷേ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉമൈർ ഇബ്നു വഹബിനെ നിങ്ങൾ വേഗം വിട്ടേക്കരുത്. നിങ്ങൾ നോക്ക്, തങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് സ്വീകരിച്ച് വന്ന ഒരാൾക്ക് തങ്ങളിനി നൽകുന്നത് വിശാലമായ അറിവിന്റെ അധ്യായമാണ്. അവിടെ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഖ്ഹിഹു അഖാകും ഫീ ദീനിഹി വഅല്ലിമുഹുൽ ഖുർആൻ. നിങ്ങളുടെ സഹോദരൻ ഉമൈറിന് വിശുദ്ധ ഇസ്ലാമിന്റെ ശാസ്ത്രങ്ങള് വിശാലമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വഅല്ലിമുഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുക. ഖുർആനും വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാനങ്ങ് പോയി നോക്കട്ടെ നബിയെ, എന്തിനാ നിങ്ങൾ പോകുന്നത്? ഞാൻ ആദ്യമായി പോകുന്നത് എൻ്റെ കൂട്ടുകാരനെ ക്ഷണിക്കാനാണ്. കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തലയെടുത്ത് വരുമെന്ന് പറഞ്ഞ ഉമൈർ ഇബ്നു വഹബ് ഇപ്പൊ പറയുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ സഫ്വാനിനെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാ പോകുന്നത്. നിങ്ങൾ നോക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാല മനസ്കതയോടെ നല്ല കറുത്ത കണ്ണുകളുമായി ദേഷ്യമുറ്റുന്ന കൽബുമായി വന്ന ശത്രുവിനെ മാറ്റിമറിച്ച് ഇണക്കി കൊടുത്തിട്ട് ഇപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു എന്റെ മനസ്സ് വിശാലമാക്കി തന്നിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്തിനിങ്ങനെ നിൽക്കണം? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം, അവന്റെ മനസ്സ് അല്ലാഹു ഇസ്ലാമിലേക്ക് വിശാലമാക്കും. വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ്സമാ. അതേ സമയത്ത് ഏതെങ്കിലും ഒരാള് അവൻ അധർമ്മത്തിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യവുമായി നടക്കുന്നവനാണെങ്കിൽ, അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് നീങ്ങുന്നവനാണെങ്കിൽ, യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജാ, അവന്റെ മനസ്സ് ഇടുങ്ങിപ്പോകും, വിശാലമാകൂല. അവന്റെ മനസ്സിന് തടസ്സങ്ങൾ വരും. വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ അവന്റെ മനസ്സിന് സങ്കുചിതത്വം വരും. അതിനായിട്ടില്ല എന്ന് പറയും, ഇനിയും പഠിക്കട്ടെ എന്ന് പറയും, ഇപ്പൊ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയും. കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നി വരുമ്പോഴേക്ക് വീണ്ടും വീണ്ടും ഇടുക്കമുള്ള സങ്കുചിതത്വ താല്പര്യങ്ങൾ മനസ്സിൽ അള്ളിപ്പിടിക്കും. അതുകൊണ്ടാണ് യുക്തിവാദിക്കും, അതുപോലെ തന്നെ നിരീശ്വരവാദിക്കും, അതുപോലെ തന്നെ ബിദ്അത്തുകാരനും നല്ല വഴി ഉൾക്കൊള്ളാൻ പ്രയാസം വരുന്നത്. അവരൊക്കെ മനസ്സിൽ സങ്കുചിതത്വം ധാരാളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ മനസ്സിന് പ്രയാസം, ഇടുക്കം തോന്നിപ്പോകാണ്. ഉമൈർ ഇബ്നു വഹബ് ഖുർആനൊക്കെ പഠിച്ച് നല്ല സ്വഹാബിമാരെ കൂട്ടത്തിലിരുന്ന് മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ, പിന്നെ ആ കൊണ്ടുപോയ വാളൊന്നും ഇങ്ങനെ ഉരുപ്പിടിച്ചല്ലേ വരുന്നത്, അതൊക്കെ അവിടെ ഉറയിലിട്ട് പോയി. നല്ല പുഞ്ചിരിയോടെ സ്നേഹത്തോടെ മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ സഫ്വാൻ ഇങ്ങനെ കാത്തു കഴിയുന്നു. സഫ്വാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറഞ്ഞു, സഫ്വാനെ, നീ കരുതിയതുപോലെയല്ല കാര്യമുള്ളത്, അതുകൊണ്ട് വേഗം കടന്നു വന്നേക്കണം. കേട്ടപാട് സഫ്വാൻ പറഞ്ഞു, അല്ലാഹു നിന്നെ ദുഷിപ്പിക്കട്ടെ, നീയും ഇതിൽ പെട്ടുപോയല്ലോ. നീ കുടുങ്ങൂല ഞാൻ കരുതി, നീ ഇതിൽ കുടുങ്ങിപ്പോയോ? കുടുങ്ങിയതല്ല,
മനസ്സ് വിശാലമായി ആത്മാർത്ഥമായി സ്വീകരിച്ചതാണ്. ആരും കുടുങ്ങി സ്വീകരിച്ചതല്ല, വിശാല മനസ്സോടെ സ്വീകരിച്ചതാണ്. സൊഫ്വാൻ അവിടുന്ന് ഒരു പോക്ക് പോയി. നിന്നെ എനിക്കിനി കാണണ്ട, ഞാനും നീയായിട്ടൊരു ബന്ധമില്ല, നീ എന്നെ കൂട്ടുകാരനായി സ്വീകരിക്കേ വേണ്ട. നിങ്ങൾ നോക്ക്, മനസ്സിലിപ്പോൾ കൊളുത്തി വെച്ച ആ വിശാല മനസ്കത ആ സ്വഹാബി സ്വീകരിച്ച് ഇവരൊക്കെ നന്നാക്കണമെന്നല്ലേ. 8 വർഷം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ മറിക്കുക, ചുരുങ്ങിയ ചരിത്രം. 6 വർഷം കഴിഞ്ഞ് മക്ക വിജയത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹു മക്കക്ക് വേണ്ടി മക്കയിലേക്ക് വരുമ്പോൾ നബി തങ്ങളോട് പോയിട്ട് ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ 6 വർഷം മുമ്പ് മദീനയിൽ വന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് വന്നപ്പോൾ എനിക്ക് പ്രചോദനം നൽകി എന്നെ പറഞ്ഞയച്ച എൻ്റെ കൂട്ടുകാരൻ ഇന്നും അതേ സ്റ്റേജിലാണ്. ഒരുപാട് അക്രമങ്ങൾക്കാണ് പിന്നീട് നേതൃത്വം നൽകിയത്. ഇവിടെ വരുന്ന സ്വഹാബത്തിനെ കഴിവിൻ്റെ പരമാവധി ആക്രമിച്ചിട്ടുണ്ട്. പകലും രാത്രിയൊക്കെ ആരെങ്കിലൊക്കെ തവാഫ് ചെയ്ത് പോകാന്നുള്ള വിവരം കിട്ടിയാൽ ഉടനെ വന്ന് എന്തെങ്കിലും ചെയ്യും. സൊഫ്വാന്റെ പണി എങ്ങനെയായിരുന്നു? വേറെയും കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ സൊഫ്വാനെ ഞാനൊന്ന് പോയി നോക്കട്ടെ, എവിടെയെങ്കിലൊക്കെ ഉണ്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പോയി നോക്കിക്കോളൂ. എവിടെയാണ് സൊഫ്വാനുള്ളത്? സൊഫ്വാന് മാപ്പ് കൊടുക്കുമോ നബിയെ? മാപ്പ് കൊടുക്കാം, ഇന്നെല്ലാവർക്കും മാപ്പല്ലേ, മാപ്പ് കൊടുക്കാം, കൊണ്ടുപോയിക്കോളൂ. ഉമൈർ ബിൻ വഹ്ബ് ഇങ്ങനെ അന്വേഷിച്ചു, കാണുന്നവരോടൊക്കെ ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ, പഴയ കൂട്ടുകാരൻ സൊഫ്വാനെ കണ്ടോ? കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഇതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുവഴി എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ പോകുന്നത് സമുദ്രത്തിൽ ചാടാനായിരിക്കും. ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ ഒരു കാലങ്ങോട്ടും ഒരു കാലിങ്ങോട്ടും എടുത്തു വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കണ്ടവാടെ പറഞ്ഞു, സൊഫ്വാൻ ചാടരുത്, ആത്മാഹുതി ചെയ്യരുത്, അൽ അമാൻ അൽ അമാൻ, അഭയം ഉണ്ട്, സുരക്ഷിതത്വം ഉണ്ട്, എൻ്റെ കൂടെ വന്നേക്കണം. നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട്, നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്നേക്കണം. സൊഫ്വാൻ ബിൻ ഉമയ്യ പറഞ്ഞു, എനിക്ക് മാപ്പോ? ഞാൻ ഉറക്കത്തിൽ കൂടി സ്വപ്നത്തിൽ കൂടി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടല്ലേ നേരിട്ട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കൂല. മാപ്പുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് മാപ്പുണ്ട് എന്നുള്ളതിന് നിങ്ങളടുത്ത് വല്ല അടയാളം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും അടയാളങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാപ്പുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾക്കിന്ന് മാപ്പുണ്ട്, നിങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല. എന്താ ഇപ്പൊ സൊഫ്വാൻ ബിനെ ചിന്തിക്കുന്നത്? അന്ന് ഉമൈർ ബിൻ വഹ്ബ് പോയി സ്വീകരിച്ചിട്ടും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ഇന്ന് എനിക്ക് ശിക്ഷ കിട്ടും. കാരണം ഇന്ന് വരുന്ന പടുകൂറ്റൻ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഞാൻ ആക്രമിച്ചവരുണ്ട്, ഞാൻ തല്ലിയവരുണ്ട്. ഒന്നിനും കാരണമല്ല, ഒന്നിനും വിഷയമല്ല, എനിക്കങ്ങനെയാ തോന്നിയത്. എൻ്റെ തണ്ട് മുഴുവനും ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പരിക്കേൽപ്പിച്ചവരുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യും. ഇതും കണക്കൂട്ടിട്ടാ പോയി നിൽക്കുന്നത്. ഞാൻ നിന്റെ കൂടെ വരില്ല, എനിക്ക് മാപ്പുണ്ടെന്നതിന് വല്ല അടയാളവും നീ കൊണ്ടുവരണം. ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ കൂട്ടുകാരൻ സൊഫ്വാൻ ബിൻ ഉമയ്യെ ഞാൻ കണ്ടു, കടലിലേക്ക് എടുത്തു ചാടി ആത്മാഹുതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിയുകയാണ്. മാപ്പുണ്ടെന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. മാപ്പുണ്ടെന്നതിന് വല്ല അടയാളം ഉണ്ടോ എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് വല്ല അടയാളവും എനിക്ക് തന്നേക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വരാനാകുന്നില്ലെങ്കിൽ വരണ്ടെന്നല്ല തങ്ങൾ പറയുന്നത്. അവിടുത്തെ ശർഹ് സ്വദർ വായിക്കണം, ചേർത്ത് വായിക്കണം. അവിടുത്തെ വിശാല മനസ്കത ആ ശത്രുവിനെയും തങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അവരുടെ മനസ്സും തങ്ങൾ വായിച്ചെടുക്കുകയാണ്. ഷറഫാക്കപ്പെട്ട റിദാ, അവിടുത്തെ തട്ടം, പൂമേനിയിൽ തൊട്ടുരുമ്മിയ തട്ടമില്ലേ, തട്ടം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ തട്ടം പിടിച്ച്, ഈ ഒരു ഷാള് പിടിച്ച് വരാൻ പറയൂ. സൊഫ്വാൻ ബിൻ ഉമയ്യക്ക് മാപ്പുണ്ട്. ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു തട്ടവുമായി ചെന്നു. അത് സ്വീകരിച്ചു. സൊഫ്വാൻ എനിക്ക് സന്തോഷമായി. തട്ടവും പിടിച്ച് വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് മാപ്പുണ്ടോ നബിയേ? അതേ, നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട്. ഒരു നിമിഷം അത് ചിന്തിച്ച് സൊഫ്വാൻ ബിൻ ഉമയ്യ കരഞ്ഞുപോയി. കരഞ്ഞ് ശരിക്കാ കരച്ചിലിന്റെ പിന്നിൽ പിന്നീട് വന്നത് ഷഹാദത്തിന്റെ കലിമയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ഉൾക്കൊണ്ടത്
അവരൊക്കെ സ്വീകരിച്ചത്, അവരൊക്കെ മനസ്സിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചത് നിർബന്ധപൂർവമല്ല. ഓരോരുത്തരുടെയും മനസ്സിനുള്ള അംഗീകാരം ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ, ഓരോരുത്തർക്കും തികഞ്ഞ ബോധത്തോടുകൂടെ ഉൾക്കൊണ്ടതാണ്. അതിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത് ആത്മജ്ഞാനമാണ്, ചെറുതല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൊത്തത്തിൽ വബിൽ ജുംലതി ഫശറഹു സ്വദ്രി, മാനസിക വിശാലത എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ ഇൽമിഹി ബിഹഖാറത്തി ദുനിയാ, ദുനിയാവിന്റെ നിസ്സാരത, ദുനിയാവിന്റെ ചെറുപ്പം, അത് കാണാനുള്ള കഴിവ് പൂർണ്ണമായ ഇൽമ് തങ്ങൾക്കുണ്ട്. ദുനിയാവിന്റെ ചെറുപ്പത്തെ പറ്റി മനസ്സിലാക്കാൻ, വഖമാലിൽ ആഖിറ, ആഖിറത്തിന്റെ പരിപൂർണതയെ പറ്റി മനസ്സിലാക്കാനും, ആഖിറത്തിനെ പറ്റി ഏറ്റവും 100% അറിവ്, ആഖിറത്തിനെ പറ്റി ഏറ്റവും തികഞ്ഞ അറിവുള്ള നേതാവ് ആരാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ ജീവിച്ച ഏതൊരു നേതാവിനെ നിങ്ങൾ എടുത്തോ, ലോകത്തിന്റെ നേതാവിന്റെ ജീവിതം നയിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. അതെന്തേ അത്തരത്തിൽ ലളിതമായ ജീവിതം തങ്ങൾ നയിച്ചത് എന്നറിയോ? അവിടുത്തെ വിശാല മനസ്കതയാണ്. ആഖിറത്തെ പറ്റിയുള്ള പൂർണ്ണമായ ചിന്തയും ബോധ്യവും ഉള്ളത് കൊണ്ട് ദുനിയാവ് അത്ര മതി എന്നുള്ള കാഴ്ചപ്പാടില്ലേ, അത് വിശാല മനസ്കതയാണ്. ദുനിയാവ് ചെറുതായി കണ്ടു. ദുനിയാവ് അല്ലാഹു തആല ഇഷ്ടം പോലെ കൊടുത്തിട്ടും അതിനെ ചെറുപ്പമാ മനസ്സിലാക്കിയത്, വലുതായി മനസ്സിലാക്കിയിട്ടില്ല, വളരെ ചെറുപ്പമാണ് മനസ്സിലാക്കിയത്. പാരത്രിക ലോകമോ വിശാലമായി മനസ്സിലാക്കി. കാരണം ഇതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പരലോക ജീവിതത്തിന് പരിധിയും പരിമിതിയും ഇല്ല. ആ പരിധിയും പരിമിതിയും ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സുഖാസ്വാദനങ്ങളെ കുറിച്ച് തികഞ്ഞ അറിവുള്ളത് കൊണ്ട് തന്നെ, ആ അറിവ് നന്നായി സ്വീകരിച്ചത് കൊണ്ട് തന്നെ ദുനിയാവിന്റെ ജീവിതം വളരെ ചെറുപ്പമാക്കി സ്വീകരിച്ചു. അതത്ര മതി എന്ന് വെച്ചു. സൗകര്യങ്ങൾ കൊടുക്കാൻ അനുയായികളില്ലാഞ്ഞിട്ടാണെന്ന് കരുതരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ കടന്നു ചെല്ലുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പുണ്യഭൂമേനിയിലേക്ക് നോക്കുമ്പോ അത്രമാത്രം മാർദ്ദവമുള്ളൊരു ശരീരം അല്ലാഹു ലോകത്തൊരാൾക്കും നൽകിയിട്ടില്ലല്ലോ. അത്രമാത്രം സുഗന്ധപൂരിതമായ ഒരു ശരീരം ലോകത്തൊരാൾക്കും അല്ല നൽകിയിട്ടില്ലല്ലോ. അത്രമാത്രം മനോഹാരിത നിറഞ്ഞൊരു ശരീരം ലോകത്തൊരാൾക്കും അല്ല നൽകിയിട്ടില്ലല്ലോ. ആ പുണ്യഭൂമേനിയിൽ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയിൽ കടന്നതിന്റെ പാടുകൾ കണ്ടപ്പോ അവിടുത്തെ അനുയായിയായ അനുചരനായ, അവിടുത്തെ അങ്ങേയറ്റം ഹുബ്ബ് വെക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ലവിത്തഖദ്നാ ലക ബിത്വാ, ഒരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ, ഒരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ. ഇഷ്ടം പോലെ ആളുകൾ അന്ന് കഴിവുള്ളവരില്ലേ, പരിചയക്കാരില്ലേ, സൗകര്യങ്ങളില്ലേ. തങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറേ, ഓ റസൂലേ, അള്ളാഹുവിന്റെ റസൂലേ, കുറച്ചൊക്കെ സൗകര്യങ്ങളാകാമല്ലോ. ഒരുപാട് രാജാക്കന്മാർ എത്രയെത്ര സൗകര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കിസ്റ രാജാവും കൈസർ രാജാവും നജ്ജാശി രാജാവും ഒക്കെ എത്രയെത്ര സൗകര്യങ്ങൾ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഉമറേ, വഹും മുലൂഖുദ് ദുനിയാ, അവർക്കൊന്നേ മനസ്സിലായിട്ടുള്ളൂ, ദുനിയാവാണത്. അവർ ദുനിയാവിലെ രാജാക്കന്മാരാണ്. ദുനിയാവേ അവർക്കറിയുള്ളൂ, ദുനിയാവിന്റെ വിശാലതയെ അവരെ മനസ്സിലുള്ളൂ. വഅമ്മാ നഹ്നു ഫഅബ്നാഉൽ ആഖിറ, നമ്മൾ ദുനിയാവിന്റെ ആളുകളല്ല. ദുനിയാവ് നമ്മുടെ ഒരു വിശ്രമ കേന്ദ്രമാണ്, നമ്മൾ ആഖിറത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. അതങ്ങനെ സ്വീകരിക്കാനുള്ളൊരു കഴിവ് സാമ്പത്തികമായി പുരോഗതി കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത് എന്ന് മനസ്സിലാക്കുന്ന മൗഢ്യമാണ്. ചിലരങ്ങനെ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിസ്കീനായി ജീവിച്ചത് ദുനിയാവിനോട് അത്ര മതി എന്നുള്ള വിഷയം സ്വീകരിച്ചുകൊണ്ടാണ്. സമ്പത്ത് കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ അങ്ങനെ ആയിപ്പോയതാണെന്ന് കരുതരുത്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന കണ്ടിട്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അതിന് വിവിധ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. മിസ്കീനായി എന്നെ ജീവിപ്പിക്കണമെന്ന് തങ്ങൾ പ്രാർത്ഥിച്ചത് ദുനിയാവിന്റെ വലുപ്പം, ദുനിയാവിന്റെ വിശാലത തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കും. അല്ല, ദുനിയാവിന്റെ ചെറുപ്പം മനസ്സിലാക്കിയിട്ട് തങ്ങൾ അവിടുത്തേക്ക് സമാധാനത്തിന്റെ ജീവിതം സ്വീകരിച്ചതാണ്. മിസ്കീനായി ജീവിക്കാൻ അവിടുന്ന് താല്പര്യപ്പെട്ടതാണ്. ദുനിയാവിൽ ഇഷ്ടം പോലെ ഐശ്വര്യം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. അതുകൊണ്ടല്ലേ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു വന്നപ്പോ ആ സമ്പത്ത് മുഴുവനും വിനിയോഗിക്കാൻ, നല്ല മാർഗത്തിൽ ചെലവഴിക്കാനാ തങ്ങൾ തിടുക്കം കാണിച്ചത്. സമ്പത്തിൽ കുറച്ചൊക്കെ പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നപ്പോ, തങ്ങൾക്കുള്ള ഒരു ഓഹരി ഗനീമത്തിൽ നിന്നും ഫൈസത്തിൽ നിന്നും വന്നപ്പോ സംഭരിച്ചു വെക്കാൻ കൂട്ടുനിൽക്കാതെ ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചാൽ, അങ്ങനെ കാണാൻ കഴിയും ഒരു നേതാവിനെ, ഏതെങ്കിലും ഒരു സ്വഹാബി വഫാത്തായി പോയാൽ ആ ജനാസ കൊണ്ടുവരുമ്പോൾ തങ്ങൾ ചോദിക്കും, ഇദ്ദേഹത്തിന് സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. കടമുണ്ടോ? കടമുണ്ട്. സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ എടുക്കട്ടെ. ബാക്കി വെച്ച സ്വത്ത് അനന്തരാവകാശികൾ എടുക്കട്ടെ. കടമുണ്ടെങ്കിൽ ഫഅലയ്യ ഖളാഉഹു, ഞാനത് വീട്ടിക്കൊള്ളാം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും അവന്റെ സ്വന്തത്തെക്കാൾ കടമപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ആ സമ്പത്തിൽ നിന്നെടുത്ത് നിങ്ങൾ കടം വീട്ടണ്ട, എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശൈലി സ്വീകരിച്ചത് ദുനിയാവിന്റെ ഹഖാറത്ത്, ദുനിയാവിന്റെ ചെറുപ്പം മനസ്സിലാക്കി ആഖിറത്തിന്റെ കമാലിയത്ത് പൂർണ്ണമായും തങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അവിടുത്തെ മനസ്സിന് അല്ലാഹു നൽകിയ വിശാലതയാണത്. അല്ലാതെ ഏതെങ്കിലും സാധുക്കൾ വിചാരിക്കും പോലെ അന്നീ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും കിട്ടാതിട്ട് തങ്ങൾ അങ്ങനെ ആയിപ്പോയതാണ് എന്ന് ചിന്തിക്കരുത്. അത് മഹാമടയത്തരമാണ്. സൗകര്യങ്ങളെമ്പാടും കിട്ടിയിട്ടും ഇതിന്റെ ചെറുപ്പം മനസ്സിലാക്കിയിട്ട് നിരാകരിച്ചതാണ്. അങ്ങനെ തന്നെ സ്വഹാബിമാരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു. അത്രയും സാമ്പത്തിക രംഗത്ത് വിശാലത കിട്ടിയിട്ടുണ്ട്. എന്നാലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു താമസിച്ച ആ കൂര മാറ്റി പണിതൊരു ചരിത്രമില്ല. ഖലീഫയുടെ കൊട്ടാരം എവിടെയെന്നൊക്കെ ചോദിച്ച ആളുകൾ, വിവിധ രാജാക്കന്മാരുടെ ദൂതന്മാർ മദീനയിൽ വരുമ്പോൾ കൊട്ടാരമൊന്നുമില്ല, അതൊക്കെ കാണുന്ന കുടിൽ തന്നെ ഉള്ളത് എന്ന് പറയും. എന്തേ അവരങ്ങനെ മനസ്സിലാക്കിയത്? ദുന്യാവിൻ്റെ ചെറുപ്പം മനസ്സിലാക്കാനും ആഖിറത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാനുള്ള വിശാലമായ മാരിഫത്ത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആ മാരിഫത്തിൻ്റെ കുറവുകൊണ്ടാണ് ദുന്യാവിൻ്റെ വലുപ്പവും ആഖിറത്തിൻ്റെ ചെറുപ്പവും തോന്നുന്നത്. ആഖിറം ചെറുപ്പല്ല, ആഖിറം വലുപ്പമുള്ളതാ. ദുന്യാവ് വളരെ ചെറുപ്പാ, ഇതിന് പരിധിയും പരിമിതിയുണ്ട്. സുഖങ്ങൾക്കൊക്കെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടതുണ്ട്. ആഖിറത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കാത്ത സുഖല്ലേ, കഷ്ടപ്പാടില്ലാത്ത സുഖല്ലേ. ഇവിടെ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. ഇവിടെ നേരാനേർക്കൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടണം. അവിടെയുള്ള സുഖങ്ങൾ അങ്ങനല്ലല്ലോ. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ആഖിറം ഖൈറാണെന്ന് പറയുമ്പോൾ ആഖിറം ശേഷിക്കുന്നതാണ്, ആഖിറമാണ് ഏറ്റവും വലിയ സുഖമെന്ന് പറയുമ്പോൾ എന്താണ് ആ ശേഷിപ്പിന്റെയും സുഖത്തിന്റെയും മാനദണ്ഡം? റാസി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അന്നഹൽ ബാഖിയ വഅന്ന ഹാദിഹി ദുനിയാ ഫാനിയാ. ദുനിയാവ് നശ്വരമാണ്, നശിക്കുന്നതാണ്. ആഖിറം അതിന് നാശമില്ലല്ലോ, അതൊന്നും ശേഷിക്കുന്നതാണ്. അവിടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ പരിധിയില്ലാത്തതാണ്, പരിമിതിയില്ലാത്തതാണ്. ഇവിടെ കിട്ടുന്ന സുഖങ്ങളോ അതിന് പരിധിയും പരിമിതിയുമുണ്ട്. ഇവിടെ കിട്ടുന്ന സുഖങ്ങൾക്ക് പിന്നിൽ കഠിനാധ്വാനവും ക്ഷീണവും വേദനയും അനുഭവിക്കണം. അവിടെ കിട്ടുന്ന സുഖങ്ങൾക്ക് പിന്നിലോ കിട്ടേണ്ടവർക്ക് പിന്നൊരു വേദനയും ഇല്ല. കിട്ടിയാലോ പിന്നത് തീരുന്നില്ല. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ശർഹ് സ്വദർ, വിശാലമായ അറിവ് ഉള്ളത് കൊണ്ട് മഹാന്മാരൊക്കെ അങ്ങനെ ജീവിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ വിശാല മനസ്കത എത്രമാത്രം വലുതാണ്, ചെറുതല്ല, വളരെ വലുതാണ്. അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമും അവിടത്തേക്ക് അല്ലാഹു നൽകിയ ത്വഅത്തും ഇബാദത്തും വളരെ വലുതാണ്. അൽ ഖൽബു മഹല്ലുൽ അഖ്ലി വൽ മാരിഫ. ഖൽബാണ് അറിവിന്റെയും ബുദ്ധിയുടെയും കേന്ദ്രം. പിശാച് ലക്ഷ്യം വെക്കുന്നത് ഖൽബിനെയാണ്. ശൈത്താൻ ആദ്യം വരുന്നത് സ്വദറിലേക്കാണ്, നെഞ്ചിലേക്കാണ്. അത് സത്യത്തിൽ ഖൽബിന്റെ ഒരു കോട്ടയാണ്. ആ കോട്ടയിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പഴുത് ഖൽബിന്റെ പ്രവേശനമായ സ്വദറിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു ഒളിയമ്പ് വിടും. എന്നിട്ടവന്റെ സൈന്യത്തെ അവിടെ കുടിയിരുത്താൻ നോക്കും. അതിൽ വിചാരങ്ങളും താല്പര്യങ്ങളും അവനങ്ങ് വികസിപ്പിക്കും. ആ സമയത്ത് ഖൽബ് ഇടുങ്ങിപ്പോകും. പിന്നെ ആരാധനക്കൊരു സുഖം ലഭിക്കൂല, ഇസ്ലാമിനൊരു മാധുര്യം കിട്ടൂല. വഇദാ തുരിദൽ അദുവ്വു ഫിൽ ഇബ്തിദാഇ. തുടക്കത്തിൽ തന്നെ ശത്രുവിനെ അങ്ങ് ആട്ടി ഓടിച്ചാൽ പിന്നവന് വരാൻ വഴിയില്ലല്ലോ. അഭയം കിട്ടിപ്പോയല്ലോ, ഇടുക്കം നീങ്ങിയല്ലോ, മനസ്സ് വിശാലമായല്ലോ. അബ്ദാണ് എന്ന അടിമയാണ് എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ പിന്നെ എളുപ്പം കിട്ടിപ്പോയല്ലോ. വയതയസ്സറു ലഹുൽ ഖിയാമു ബിഅദാഇൽ ഉബൂദിയ്യ. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ അവന് ആരാധന നിർവഹിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ സ്വദറിൽ തന്നെ കാവലുണ്ടെങ്കിൽ, സ്വദറിന് തന്നെ വിശാലതയുണ്ടെങ്കിൽ ഖൽബിന്റെ വിശാലത വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. അത്രമാത്രം വിശാലത അല്ലാഹു നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, അല്ല നൽകിയ വിശാലതയാണ്. ആ വിശാലതയെ ക്ലിപ്തിപ്പെടുത്താനോ അത് ചുരുക്കി പറയാനോ നമുക്ക് കഴിയില്ല. ഇതേ വിശാലത കിട്ടിയ മഹാന്മാർ, അവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച അതേ നയം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. തന്റെ അയൽവാസിയായ മജൂസിയായ മനുഷ്യന് കടം കൊടുക്കാൻ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ വാങ്ങിയ കടം ചോദിക്കാൻ വേണ്ടി മജൂസിയുടെ വീട്ടിലേക്ക് പോകുന്നു. മജൂസിയായ മനുഷ്യൻ മുസ്ലിം അല്ലല്ലോ, അയൽക്കാരനാണ്. എന്നാലും നല്ല സഹകരണത്തിലാണ്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാണ്. ആ മജൂസിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറിൽ ഒരു നജസ് വന്ന് വീണു. നമ്മളൊക്കെ സാധാരണ ചെരുപ്പിൽ വല്ലതും വീണാൽ കാലൊന്നും ഇങ്ങനെ കൊടയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലൊന്ന് കൊടഞ്ഞു. ചെരുപ്പിന്റെ വാറിൽ വീണ നജസ് നേരെ തെറിച്ചുപോയി വീണത് ആ മജൂസിയായ മനുഷ്യന്റെ ചുമരിലാണ്. ഫതഹയ്യറ ഇൻദ ദാലിക അബൂ ഹനീഫ. ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. എന്താ പരിഭ്രമം എന്നറിയോ? ഞാൻ ആ നജസ് അദ്ദേഹത്തോട് പറയാതെ ഞാൻ അങ്ങ് നടന്നു നീങ്ങിയാൽ അയൽവാസിയുടെ ചുമരിന് നജസ് വരുത്തിയവനാകൂലേ? പറയാതെ ഞാൻ അങ്ങ് ചുരണ്ടിക്കളഞ്ഞാലോ ചുമര് ഞാൻ കേടുവരുത്തിയവനാകൂലേ? എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് മഹാനവർകൾക്ക് പരിഭ്രമം വന്നു. മജൂസിയായ മനുഷ്യൻ അബൂ ഹനീഫ തങ്ങളെ കണ്ടപ്പോൾ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് കാശ് വാങ്ങാനാ വന്നത്, അവധിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കയ്യിലൊന്നുമില്ലാതെ നീ ഒന്ന് പോയി പറയണം. ഡയറക്റ്റായി പറയാനൊരു മടിയാണല്ലോ. വാങ്ങാനൊക്കെ എല്ലാവരും ഉഷാറുണ്ടാവും, പക്ഷെ കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പറയണം, ഇപ്പം തരാനില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. ആ പെണ്ണത് പോയി പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിൻ്റെ വിഷയമല്ല, അതിനേക്കാളും വലിയൊരു വിഷയം പറയാണ്ടൊന്ന് വരാൻ പറയും. ഇപ്പൊ കടത്തിന്റെ വിഷയം പറയാനല്ല ഞാൻ വിളിക്കുന്നത്, ഇവിടെ വന്നപ്പോൾ വേറൊരു വിഷയം എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്, അതുകൊണ്ടൊന്ന് വരാൻ പറയുന്നു. അപ്പൊ അതെന്താ കേൾക്കാന്ന് കരുതിയിട്ട് മജൂസിയ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെനിക്ക് മാപ്പാക്കണം, നിങ്ങളെനിക്ക് പുറത്തു തരണം ഒരു വിഷയം. ഞാനത് ഉണർത്താനായി ഇപ്പോൾ തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ കടത്തെക്കാളും കൂടുതൽ, എനിക്ക് തരാനുള്ളതിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ എനിക്ക് വിഷമുള്ളത്. ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ വാറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ നജസ് വന്ന് വീണപ്പോൾ ഞാനതൊന്ന് തട്ടിയപ്പോൾ നേരെ നിങ്ങളെ ചുമരില്ലാതെ പോയി വീണത്. അതുകൊണ്ട് അത് നീക്കിയാൽ
നിങ്ങൾ ചുമരിന് വല്ല കേടും വരുമെന്ന് കരുതിയിട്ട് എനിക്ക് വിഷമം തോന്നി, പറയാതെ പോയാ നജസാക്കി എന്ന നിലക്കൊരു വിഷമമില്ലേ, അതുകൊണ്ടത് മാപ്പാക്കണം, അത് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ബോധപൂർവം സംഭവിച്ചതാണോ? അല്ല. ആ ചുമരിൽ തന്നെ തെറിക്കട്ടെ എന്ന് കരുതിയിട്ട് തട്ടിയതുമല്ല, അത് പുറത്തെവിടെങ്കിലും പോയിക്കോട്ടെ. പക്ഷെ പോയി വീണത് അങ്ങോട്ടാ. അയൽവാസിയെ ഉൾക്കൊള്ളൽ നോക്ക് നിങ്ങൾ. ഇത് അവിടെയും ഇവിടെയും തേങ്ങ കണ്ടാൽ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ള നല്ല കാഴ്ചപ്പാടാ നമുക്കുണ്ടാക്കുക വേഗം. തേങ്ങയും മട്ടിലും കണ്ടാൽ അയൽവാസിൻ്റെതാകാനൊരു നിൽക്കും സാധ്യതയല്ല. അതുകൊണ്ട് അത് സാധ്യത എന്നുള്ളവർക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ, പൊരുത്തപ്പെട്ട് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതിനേക്കാളും പകരം അത് നമ്മളുടെ കൂടുതൽ സാധ്യത ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാ ചിന്തിക്കുക. ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മളുടേതല്ല, ഇനി നമ്മളുടെയാണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തു അങ്ങോട്ട് ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ വിശാലത കുറവല്ലേ. അവർ മിനിയാന്ന് അല്ലേ തേങ്ങ ഇട്ടത്, അതുകൊണ്ട് ഇനി തേങ്ങ ഇടാൻ തേങ്ങ വീഴാൻ സാധ്യതയല്ല. ആര് പറഞ്ഞു സാധ്യതയല്ല? ഇട്ടാൾ തന്നെ ഒന്ന് കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിലോ? പാകമായി വീഴാനായത് തേങ്ങ വലിക്കുന്ന ആളെ കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീഴാലോ, എന്നും ചിന്തിക്കാലോ. പക്ഷെ അവിടെ ചിന്തിക്കുന്നത് നമ്മളതാകാനാ സാധ്യത. അപ്പൊ തേങ്ങയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കൂടുതൽ നമ്മളതാകാൻ സാധ്യത തോന്നും ചെയ്യും. അതുകൊണ്ടത് എടുക്കാനാ കൂടുതൽ മനസ്സ് വെമ്പുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മിണ്ടാതെ പോയാൽ ആരെങ്കിലും അറിയോ? ആ സമയത്താണ് ആ മജൂസിയായ മനുഷ്യന്റെ മനസ്സ് വിശാലമാകുന്നത്. കണ്ടോ, ഒരു ചുമരിന്റെ മേലെ അവിചാരിതമായി സംഭവിച്ചൊരു നജസിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അന്ധകാര നിബിഡമായി കിടക്കുന്ന അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വസിക്കാതെ ചേറുബാധിച്ച് കിടക്കുന്ന എന്റെ കൽബ് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിസരം വൃത്തിയാക്കാൻ ഇത്രമാത്രം ഒരു വിശാലത ഈ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച അബൂ ഹനീഫ തങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ വൈകിപ്പോയല്ലോ. എൻ്റെ മനസ്സിപ്പോഴും അന്ധകാര നിബിഡമായി കിടക്കുകയല്ലേ. എൻ്റെ മനസ്സിന്റെ മാലിന്യം ഞാൻ ആദ്യം നീക്കട്ടെ, എന്നിട്ട് എൻ്റെ ചുമരിലെ മാലിന്യം നീക്കാമെന്ന ആ മനുഷ്യന്റെ മനസ്സ് തുറന്നു പറഞ്ഞെങ്കിൽ ഇതെത്രമാത്രം വലിയ വിശാലതയാണ്. വിശാല മനസ്കത കൊണ്ട് അവര് നേരിട്ടത് അങ്ങനെയാണ്, ജനങ്ങൾക്ക് ബോധനം നടത്തി കൊടുത്തത് അങ്ങനെയാണ്. ഓ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഫകൈഫ ശർഹു, മനസ്സിന്റെ വിശാലത, മാനസികമായി കിട്ടുന്ന വിശാലത എങ്ങനെയാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഏതെങ്കിലും ഒരു അടിമയെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖദഫ ഫീ ഖൽബിഹി അന്നൂർ, അവന്റെ മനസ്സിൽ അല്ലാഹു തആല നൂറിട്ട് കൊടുക്കും, അവന്റെ മനസ്സിൽ അല്ലാഹു തആല വെളിച്ചമിട്ട് കൊടുക്കും. ഫംഫസഹ ലിദാലിക സദ്റുഹു, ആ നൂറ് സ്വീകരിക്കാൻ അവന്റെ മനസ്സ് പ്രവിശാലമാകും. അപ്പൊ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഹല്ലിദാലിക മിൻ ആയത്തിൻ യുറഫു ബിഹാ, അതിനറിയപ്പെടുന്ന വല്ല അടയാളവും ഉണ്ടോ? ശർഹ് സ്വദർ ലഭിച്ചിട്ടുണ്ട്, വിശാല മനസ്കത കിട്ടിയിട്ടുണ്ട് എന്നതിന് അറിയാൻ പറ്റുന്ന വല്ല അടയാളം ഉണ്ടോ? തങ്ങൾ പറഞ്ഞു നഅം ഉണ്ട്. എന്താണ് അതിന്റെ അടയാളം? അവിടുന്ന് പറഞ്ഞു, അത്തജാഫി അൻദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ് വഹുസ്നുൽ ഇസ്തിഅദാദി ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മൂന്നെണ്ണമാ പറഞ്ഞത്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സ് വിശാലമായി കിട്ടണം. നമ്മുടെ മനസ്സിപ്പോഴും സങ്കുചിതത്വ താല്പര്യങ്ങളുമായി അത് പറ്റൂല, ഇത് പറ്റൂല, അയാളെ പറ്റൂല, ഇയാളെ പറ്റൂല, നമ്മളെ തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് കുടുങ്ങിയിട്ട് ആരെയും പറ്റൂല. അതേ സമയത്ത് വൃത്തികേടുകളിലായി കഴിയുന്നവരെ മഹാന്മാര് കണ്ടാൽ അവരെന്താ ചിന്തിക്കുക? എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും. നമ്മളെന്താ ചിന്തിക്കുക? എങ്ങനെയാണ് പെട്ടുപോകാൻ പാടില്ലല്ലോ, എങ്ങനെയാണ് പെടല്? അല്ല, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് അയാൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും, അയാളൊന്ന് നന്നാക്കി അയാളെങ്ങനെ പെടല്, അങ്ങ് പെടാൻ പാടില്ലല്ലോ. നമ്മൾ അങ്ങോട്ടാ ചിന്തിക്കുക, അവരങ്ങനെയല്ല ചിന്തിക്കുക. എന്തോ ഒരു സബബ് കൊണ്ട് കുടുങ്ങിപ്പോയതായിരിക്കും, ഇയാളൊക്കെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ പറ്റാതിരിക്കൂല, മനുഷ്യനല്ലേ, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും.
എന്നിട്ട് ആ വൃത്തികേട് സ്വീകരിച്ച് നടക്കുന്ന ആൾ അവർ സ്വീകരിക്കുന്നു, എന്നിട്ട് മാറ്റിത്തിരുത്തുന്നു, നന്നാക്കുന്നു, തീർത്തും നന്നാക്കുന്നു. അതിനൊന്നാമത്തെ അടയാളം ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. എന്ന് പറഞ്ഞാൽ ദുന്യാവ് ത്വലാഖ് ചൊല്ലി പോകണം ആഖിറത്തിലേക്ക് എന്നല്ല. ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്. ഒന്നിലും പെട്ടുപോകരുത് സഹോദരാ. ദുനിയാവിന് വഞ്ചനാമുഖങ്ങളില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ പെടുത്താതിരിക്കട്ടെ. ഏതെങ്കിലും ആൾക്ക് ഏതെങ്കിലും അവിഹിത രൂപത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ പുരോഗതി കാണുമ്പോഴേക്ക് എനിക്കും അങ്ങനെ കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് അവനെ പോലെ അതിൽ തലയിടാൻ പോയാൽ അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും, അവൻ പെട്ടതുപോലെ നീയും പെടും, അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും. പിന്നെ നന്നാകാൻ പറ്റൂല. പിന്നെ ആ കുടുക്കിൽ കഴിഞ്ഞിട്ട് നീ അങ്ങ് തകർന്നു പോകും. വഞ്ചനാമുഖങ്ങളിൽ പെട്ടുപോകരുത്. ദുനിയാവിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വളരെ വലിയ സൗകര്യവും വളരെ വലിയ ആഡംബരത്തിലൊക്കെയായി നടക്കുന്ന ശത്രുക്കളെ കാണുമ്പോൾ നബിയെ തങ്ങൾ ദൃഷ്ടി അങ്ങോട്ട് തെറ്റിച്ചിട്ട് അവർക്കൊരുപാട് സുഖങ്ങൾ കൊടുത്തല്ലോ എന്ന് കരുതരുത്. മതാഉൻ ഖലീൽ, അത് വളരെ ചെറിയ ഒരു സുഖ. മതാഉൻ ഖലീൽ ഫലാ യഗ്റുക തഖല്ലുബുഹും ഫിൽ ബിലാദ്. സത്യനിഷേധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വിപ്ലവാത്മകമായ സ്വഭാവങ്ങളും ചിന്തകളും നിന്നെ വഞ്ചനയിൽ പെടുത്തിപ്പോകരുത്. ഇതൊക്കെയാണ് സുഖം എന്ന് നിന്നെ കണ്ടു മതിച്ചു പോകരുത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് നീ ചിന്തിച്ചു പോകരുത്. അത് വളരെ ചെറിയൊരു സുഖമാണ്. വലഹും അദാബുൻ അലീം, പിന്നവർക്ക് കിട്ടാനുള്ളത് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. ദുനിയാവിന്റെ വഞ്ചനാമുഖങ്ങളിൽ കുടുങ്ങരുത്. ദുനിയാവിന്റെ വഞ്ചനാമുഖമാണ് പലിശയെന്ന് പറയുന്ന മഹാമാരി. ചെറുതല്ലല്ലോ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഷയമല്ലേ, സാർവത്രികമായി പടർന്നു പിടിക്കുന്ന ഒന്നാണ്. ഉദാഹരണം എമ്പാടും നിരത്താനുണ്ട്. അള്ളാഹു അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും യുദ്ധമുണ്ടെന്ന് നിങ്ങൾ അറിയണം. എന്താണ് ഈ ഹർബ്? അല്ലാഹു തആല നമ്മളോട് ശത്രുതാ മനോഭാവത്തിലും യുദ്ധത്തിലും അള്ളാഹു നയം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? അല്ലാഹു തആല വാളുകൊണ്ട് വന്നിട്ട് നമ്മുടെ പെരടി വെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അല്ലാഹു തആല മറ്റാരും കാണാതൊരു സൈന്യത്തെ ഇറക്കിയിട്ട് നമ്മളങ്ങോട്ട് അവരുമായിട്ട് പടപൊരുതി തോൽപ്പിക്കുന്നു? അല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ അർത്ഥം യമൂതു അലാ സൂഇൽ ഖാത്തിമ, അന്ത്യം മോശമായിട്ട് അവൻ മരിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിബത്ത് കേടായിട്ട് മരിച്ചു പോകും. പിന്നെന്തിനായി ജീവിതമൊക്കെ? പിന്നെന്തിനായി അമലൊക്കെ? പിന്നെന്തിനാ നമ്മളെ മഹബത്തൊക്കെ? സ്വകാര്യമായിട്ട് നാട്ടാരും അറിയാതെ, ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഭാര്യ മക്കൾ അറിയാതെ, ഇഷ്ടം പോലെ പലിശക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സുഖത്തിലൂടെ നയിക്കുന്ന, അതിൻ്റെ സുഖത്തിൽ കയറിയിട്ട് വിരാജിക്കുന്ന ഒരു ചെറിയ സ്വഭാവം പോലും നമുക്കുണ്ടാകരുത്. പെട്ടുപോയവർ മാപ്പപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ദുന്യാവിൻ്റെ വഞ്ചനാമുഖങ്ങൾ ഒന്നാണോ ഉള്ളത്? എത്രണ്ണമുണ്ട്? ചെറിയൊരു വഞ്ചന പോലും അനുവദിക്കാത്ത നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മാർക്കറ്റിലൂടെ തങ്ങൾ നടക്കുമ്പോൾ ഗോതമ്പ് വിൽപ്പനക്ക് വെച്ച സ്വഹാബിയുടെ ഗോതമ്പ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് തങ്ങൾ കൈയിട്ടു. ഉള്ളിൽ നിന്ന് കൈയൂരിയപ്പോൾ മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കുന്നു. എന്താണ് ഈ നനവ് എന്ന് ചോദിച്ചു. ഇന്നലെ പെയ്ത മഴക്ക് നനഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. എന്താ മുകളിൽ നനവ് കാണാത്തത് എന്ന് ചോദിച്ചു. ആ നനഞ്ഞത് മുഴുവനും നനവോടുകൂടി ഇട്ടേക്കുക, ജനങ്ങളോട് കാരണം പറഞ്ഞേക്കുക, സിദ്ഖെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങേണ്ടത് ആളുകൾ വാങ്ങിപ്പോകൂലേ? എന്തിനിങ്ങനെ മറച്ചു വെക്കണം? നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ എത്രയാണ് വിഷാംശങ്ങൾ പിടികൂടപ്പെടുന്നത്.
മനുഷ്യൻ്റെ മസ്തിഷ്കവും അവൻ്റെ ചോരയും അവൻ്റെ മാംസവും അവൻ്റെ ലിവറും അവൻ്റെ കരളുമൊക്കെ വീക്കാകുന്ന തരത്തിൽ വിഷാംശങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റ് കൊഴുപ്പിച്ചിട്ട് വലിയ വലിയ സംഖ്യക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പനക്കാരൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ? ഒരു ദിവസം 10, 20, 40 ലക്ഷങ്ങൾ അവൻ കൊയ്തെടുക്കുന്നത് വഞ്ചനാമുഖത്തിലൂടെയല്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ കാര്യങ്ങളും വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേണ്ടതല്ലേ? അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതിയുടെ മുഖങ്ങളിൽ പെടരുത് സഹോദരങ്ങളെ. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്, ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ഒരൊറ്റ മുസ്ലിമും അതിലേക്ക് കൈനീട്ടരുത്. ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ പോലും വാങ്ങിപ്പോകരുത്. കൂട്ടുകാരുടെ കൂട്ടം കൂടിയിട്ട് അവരെ കൂട്ടത്തിൽ പോലും ഒന്ന് നറുക്കെടുക്കരുത്. അഥവാ ആർക്കെങ്കിലും അങ്ങനെ അടിച്ചിട്ടതിൻ്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കരുത്. നഊദുബില്ലാഹ്. പഴയ കാലത്തുണ്ടായതിൻ്റെ പുതിയ പതിപ്പാണിത് എന്ന് മനസ്സിലാക്കണം. ഇത് വേറെ ഒന്നാണെന്ന് ചിന്തിക്കരുത്, പുതിയ പതിപ്പാണ്. മുൻഗാമികളിലും ഇതുണ്ടായിട്ടുണ്ട്. ഖുർആനതല്ലേ അത് കടുത്ത ഭാഷയിൽ അത് വിരോധിക്കാൻ വർജിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ പന്തയവും അതുപോലെ തന്നെ ലക്ഷണം നോക്കുന്ന നാട്ടകൾ സ്ഥാപിക്കലും റിജ്സും മിൻ അമലിശ് ശൈത്വാൻ, പിശാചിന്റെ പ്രവണതകളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളോട് ഇത് ഉണർത്തുമ്പോ നിങ്ങൾ നോക്ക്, ഹലാലായ സമ്പത്ത് അതെത്ര വർദ്ധിപ്പിച്ചാലും വികസിപ്പിച്ചാലും ഇസ്ലാം അതിന് എതിരല്ല. അതേ സമയത്ത് ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നേർക്ക് നോക്കിയിട്ട് നല്ല സീനത്തോടെ നല്ല ചൊറുക്കോടെ നിൽക്കും. അതിൽ പെട്ടുപോകുന്നവൻ കുടുങ്ങിയവനാണ്, പെടാത്ത പോകുന്നവനോ മനസ്സ് നന്നാക്കിയവനാണ്, അകന്ന് 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 കഴിയുന്നവനാണ്. അറിയാഞ്ഞിട്ടല്ല, പെരുപ്പിക്കാൻ കിട്ടുമെന്ന് തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ അത് വഞ്ചനയാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ വഞ്ചനയുടെ മുഖങ്ങൾ മുഴുവനും അടച്ചത്. പഴയ കാലത്തുള്ള ലോട്ടറി എങ്ങനെയാണെന്ന് അറിയാം. അന്നൊരാട് ഒരു ഒട്ടകത്തെ വാങ്ങും. ഒട്ടകത്തെ വാങ്ങിയിട്ട് നറുക്കിടുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരേ കാശ് വാങ്ങും. ഇന്ന് വാങ്ങുന്ന കാശെല്ലായിരുന്നു 10 രൂപ തന്നെയാണല്ലോ. ഒരേ കാശ് വാങ്ങും. 10 ദിർഹം എല്ലാവരും വാങ്ങും. പക്ഷെ പിന്നെ നറുക്കിടും. വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബ എന്നിട്ട് ഇങ്ങനെ നറുക്കിടും. വാഹിദ് എന്ന് അടിക്കുന്ന ആൾക്ക്, അത് കിട്ടുന്ന ആൾക്ക് അയാൾ കൊടുത്ത് 10 രൂപ കേട്ടോ, 10 ദിർഹമാണ്. വാഹിദ് എന്ന് കിട്ടുന്ന ആൾക്ക് ആ ഒട്ടകത്തിന്റെ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 75 കിലോ ഇറച്ചി അയാൾ കൊണ്ടുപോകാം. ലോട്ടറി അത്. 2ാം നമ്പർ കിട്ടുന്ന ആൾക്ക് അത്ര കിട്ടൂല, കുറച്ചുകൂടി ഇങ്ങോട്ട് കുറയും, ഒരു 50 കിലോ. പിന്നെ 3ാമനോ അത് കുറച്ചുകൂടി കുറയും, ഒരു 30 ആവും. പിന്നെ 4ാമനോ അങ്ങനെ കുറച്ച് വരും. ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് എല്ലൊക്കെ കൂടി വാരിക്കുട്ടിനെ കൊണ്ടുപോവാ. ഇതിന്റെ സ്വഭാവം ഒന്ന് മാറിയെന്നല്ലേ ഉള്ളൂ, രൂപഭാവങ്ങളൊന്നും മാറിയെന്നല്ലേ ഉള്ളൂ, ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നല്ലേ ഉള്ളൂ. സംഗതി ഒന്ന് തന്നെയാണ്. എത്ര ആളുകളാണെന്നറിയോ ഉസ്താദേ ദീനിനൊക്കെ സഹകരിക്കാൻ, സംഭാവനയൊക്കെ തരാൻ, മജ്ലിസിനൊക്കെ ഹൈറായി തരാൻ, ജമാഅത്തിനൊക്കെ വാങ്ങൊടുക്കുമ്പോഴത്തിനെത്താൻ ആളുകൾ റെഡിയാണ് ഉസ്താദേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, പാലിശല്ലാതെ രാവ് പകല് മുന്നോട്ട് നീങ്ങാൻ കഴിയൂലവർക്ക്. സഹോദരങ്ങളെ, അവിടെയാ ദുനിയാവിന്റെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ഇനി മക്കളാരെയും ഒരു സ്വത്തും വേണ്ട, മക്കളാരുടെയും ഒരു വരുമാനവും വേണ്ട. കിട്ടുന്നത് മുഴുവനും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുമിഞ്ഞുകൂടുന്ന പലിശ എടുത്ത് അതുകൊണ്ട് സാധാരണ ജീവിതത്തിലെ ഗുളികയും മരുന്നും ചായയും മറ്റൊക്കെ കഴിച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് യാത്രക്കുള്ള കൂലി ഒപ്പിച്ച് അങ്ങനെ നീങ്ങിയാ മതി. മഹാദുരന്തമാണ്. പെട്ടുപോകണ്ട.
കുടുങ്ങിപ്പോകണ്ട. മിച്ചം വന്നത് അങ്ങനെ നിക്ഷേപിച്ചിട്ട് പെരുപ്പിക്കുന്നവരും ഉണ്ട്. എന്നാൽ ആ പെരുപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല വല്ല ബറക്കത്തും തരുമോ? ഇല്ല. അതുകൊണ്ടൊരു ബറക്കത്തുണ്ടാകൂല. യംഹഖുല്ലാഹു റിബാ, അല്ലാഹു തആല പലിശ എന്നത് മുഴുവൻ ബറക്കത്തിനെയും മായ്ച്ചു കളയും. യംഹഖുല്ലാഹു റിബാ, അല്ലാഹു റിബയെ മായ്ച്ചു കളയും എന്നതിന്റെ അർത്ഥം റിബ മൂലം ആർക്കെങ്കിലും ഒരു ബറക്കത്ത് അല്ലാഹു കൊടുക്കുമോ? കൊടുക്കൂല. വയുർബിസ് സ്വദഖാത്ത്, അവനവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായ നല്ല ധർമ്മങ്ങളാണോ പുരോഗതിപ്പെടുത്തി തരും, വളർത്തിത്തരും, വികസിപ്പിച്ചു തരും. വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സ്വത്തുകൾ, വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സമീപനങ്ങൾ മാറി നിൽക്കണം. അത്തജാഫി അൻദാരിൽ ഗുറൂർ, ബാപ്പ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് 5 സെന്റ് കൊടുക്കണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്തു. ഏക്കറക്കണക്കിന് സ്വത്തുള്ള ബാപ്പാന്റെ സ്വത്ത് വീതിക്കുമ്പോ മക്കൾ തമ്മിൽ കശപിശ കൂടിയിട്ട് ഒരൊറ്റ പള്ളിക്കും കൊടുക്കണ്ടാന്ന് അവസാനം ഇത്തിഫാക്കായിട്ട് അവരത് ഓരിവെക്കുമ്പോ വലിയ ചതിയിലല്ലേ പെട്ടുപോകുന്നത്, വലിയ വഞ്ചനയിലല്ലേ കുടുങ്ങിപ്പോകുന്നത്. എത്ര ആളുകളാ അങ്ങനെ പെട്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ബാപ്പാന്റെ സ്വത്തിൽ നിന്ന് 2% സ്വത്ത് എനിക്ക് കിട്ടണമെന്ന വാശിയില് സ്വത്ത് വിഹിതം വെക്കാതെ കിടക്കുന്ന സ്വത്തത്രയുണ്ട്. വഞ്ചനയല്ലേ അതിന്റെ കാരണം, ചതിയല്ലേ അതിന്റെ വിഷയം. എല്ലാവർക്കും ഒരുപോലെ ഓഹരി വെച്ചെങ്കിലേ ഞാൻ അതിൽ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ എത്രയുണ്ട്. ചതിയല്ലേ ഇതിന്റെ കാരണം. ആണിനും പെണ്ണിനും ഓരോ ഓരിയാ. അതെങ്ങനെ വരുന്നത്? ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്ന് ഖുർആനിൽ എത്ര തവണ അല്ലാഹു ഏറി പറഞ്ഞത്. അപ്പൊ ഒരാൾ ശാഠ്യം പിടിക്കുകയാണ്, അത് പറ്റൂല. ബാപ്പാനെയും ബാപ്പയും എല്ലാവർക്കും ഓരോന്നല്ലേ, മാറ്റല്ലല്ലോ. അതുകൊണ്ട് സ്വത്ത് വീതം വെക്കുന്നിടത്ത് ആണോരി പെണ്ണോരി ഒന്നുമില്ല. അപ്പൊ അല്ലാഹു തആലയുടെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇവനെ കുറച്ച് പറ്റിച്ച് കുറച്ച് സ്വത്തോന്റെ കൈക്കലാക്കണം. അവിടെ കുടുങ്ങരുത്. നമ്മൾ ഹക്കായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. അതിനാ നമുക്കവിടെ ഇഖ്ലാസ് വേണ്ടത്. അവിടെ നമ്മൾ പെട്ടുപോകരുത്. കിട്ടുന്നതല്ലേ പോന്നോട്ടെ എന്ന് ചിന്തിക്കരുത്. ഹക്കല്ലാത്ത വകുപ്പിൽപ്പെട്ട ഒന്നിലും നമ്മൾ കയ്യൊപ്പ് ചാർത്തരുത്. ആ വിഷയങ്ങൾ മാത്രം വേണ്ടി പറയുകയാണെങ്കിൽ എത്രയുണ്ട്. കുറ്റം ചെയ്തവർ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതിനു പകരം നല്ലവരാക്കി ചിത്രീകരിച്ചിട്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇഷ്ടം പോലെ സാക്ഷികളെ വിട്ടേക്കാൻ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേരിൽ 10,000-ഉം 20,000-ഉം കൈക്കലാക്കുന്ന ആളുകൾ എത്രയുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞപ്പോ 3 വട്ടം നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ. അറിയണേ കള്ളസാക്ഷിത്വം. 4 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട്, അത് ഭരിക്കുന്നവരാകട്ടെ ഭരിക്കാത്തവരാകട്ടെ, ഒരു പാവപ്പെട്ടവന് വീട് പാസായി, അയാൾക്കത് വാങ്ങാനോ യോജിക്കുന്ന നല്ല നിലപാടില്ല, ആരോഗ്യം കുറവാണ്, കണ്ണിന്റെ കാഴ്ച കുറവാണ്, പക്ഷേ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ മറ്റു മക്കളാരുമില്ല. അപ്പൊ ഉള്ളവരൊക്കെ കൂടിയിട്ട് 4 ആളുകൾ എന്ത് തീരുമാനിച്ചു എന്നറിയോ? അയാളെ കൊണ്ട് ഗഡുക്കളാക്കി ഇതിന്റെ ഒപ്പിടിച്ചിട്ട് അവർക്ക് 4 ആൾക്കും കിട്ടുന്ന സ്വത്തൊന്ന് വിഹിതം വെച്ചെടുക്കാൻ. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനൊരു അന്വേഷണ കമ്മീഷൻ വന്നപ്പോഴാ വിവരം പുറത്തു പറയുന്നത്, ആ സാധു ഇന്നും താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ്. 4 ലക്ഷമോ അതിലധികമോ പാസ്സാക്കിയത് ആളുകളെ കീശയിലാക്കിയിട്ട് അവരിന്നും സുന്ദരമായി ജീവിക്കുന്നു. ഘട്ടം ഘട്ടമായി കൊടുത്തതിനോ ഒപ്പവിടെ ചാർത്തപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം വഞ്ചനകളാന്നാ നിങ്ങൾ കരുതിയത്, നമ്മൾ മനസ്സിലാക്കിയത്? ഏതെല്ലാം ലെവലിലാന്നാ? വെറുതെ ആണോ ഈ അടയാളം പറഞ്ഞത്? ഇതൊന്നുമില്ലാതെ അവനാന്റെ ഹലാലായ പണിയെടുത്ത് ഒരാളുടെയും വഞ്ചന സ്വീകരിക്കാതെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനാന്റെ ഏലും മാലുമായിട്ട് പോയിട്ട് നിസ്കാരം കാര്യങ്ങളായി പോണ നല്ല മനുഷ്യന്മാരില്ലേ, ഓല് മുത്തുമൂമിനിങ്ങളാണ്, ഓൽക്ക് നല്ല പ്രതീക്ഷിക്കാം. കാരണം വഞ്ചനന്റെ പേര് വേറെ ആൾ പിടുങ്ങിയതോ വേറെ ആൾക്ക് കൊടുക്കാനോ അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു കണക്കുമില്ല. അകന്ന് ജീവിച്ചവരാണ്. അത്തജാഫി അൻദാരിൽ ഗുറൂർ. ഈ അകൽച്ചയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും സ്വീകരിച്ചത്. റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ശേഷം പൊതുഖജനാവിന്റെ കീഴിൽ, പൊതു സ്വത്തിന്റെ കീഴിൽ ജനങ്ങൾക്കൊക്കെ വസ്ത്രവിതരണം നടത്തി. എല്ലാവർക്കും 1.5 മീറ്റർ 2 മീറ്റർ വീതിച്ചു കൊടുത്തു, മദീനക്കാർക്കൊക്കെ. പിറ്റത്തെ വെള്ളിയാഴ്ച ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതാൻ മിമ്പറിൽ കയറിയപ്പോൾ ആ കിട്ടിയ 2 മീറ്ററിനേക്കാൾ അധികം കുപ്പായത്തിന് വലുപ്പം കണ്ടപ്പോൾ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി എണീറ്റ് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ ഖുതുബ ഒന്നും ഞങ്ങളെ കാതിലേക്ക് തന്നെ കടക്കുന്നില്ല, ഒരു കാര്യം പറയണം, കുപ്പായത്തിന്റെ നീളം എങ്ങനെ കൂടിയത്? ഞങ്ങൾക്കൊക്കെ വിഹിതം വെച്ച അതേ ഒരു കണക്കാണ്, അതേ ഒരു ലിമിറ്റാണ് ഖലീഫയായി നിങ്ങളും എടുത്തെങ്കിൽ ഇത്ര നീളം കൂടാൻ ഒരു ചാൻസും ഇല്ല, എങ്ങനെ നീളം കൂടിയതെന്ന് പറയണം. വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ ഖുതുബ ഓതുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് അനുയായികളുടെ ചോദ്യം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ട്രഷറി മുഴുവനും കാലിയാക്കിയിട്ട് പൊതുസ്വത്ത് മുഴുവനും അവനാന്റെ അക്കൗണ്ടിലേക്ക് തുന്നിച്ചേർത്തിട്ട് ആരെങ്കിലൊക്കെ പിടിക്കാമെന്ന കയറ് നോക്കിയിരിക്കുന്ന ഏമാന്മാർക്ക് എന്തധികാരം അവിടെ ഉള്ളത്? കോടിക്കണക്കിന് കൈക്കലാക്കിയിട്ട്, പൊതുസ്വത്ത് കൈക്കലാക്കിയിട്ട് അന്വേഷണത്തിന് ആളുകൾ വന്നാൽ തീയിൽ ചാടി മരിക്കാനൊരുങ്ങുന്നവർക്ക് എന്ത് ഗുണമാ അവർ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, നിങ്ങൾ പറയണം, കൃത്യമായി പറയണം. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നു, മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുന്നു. എവിടെയാണ് മകൻ അബ്ദുല്ലാഹി ഉള്ളത് എന്നാ നോക്കുന്നത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, മോനെ അബ്ദുല്ലാ, ഒന്ന് എണീറ്റേ, എഴുന്നേൽക്കു മോനെ, അവർക്കൊന്ന് വിവരം പറഞ്ഞു കൊടുക്കൂ മോനെ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും എൻ്റെ വാപ്പക്കും രണ്ടുപേർക്കും കിട്ടിയത് ഒരുപോലെ അളവാണ്, നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഓഹരി കൂടി ഞാൻ എൻ്റെ ബാപ്പക്കങ്ങ് കൊടുത്തുപോയതാണ്, അതും കൂട്ടിയിട്ടാണ് കുപ്പായത്തിന് നീളം കൂടിയത്. ബാപ്പാന്റെ അവകാശത്തിനപ്പുറം 1 ഇഞ്ച് പോലും ബാപ്പ എടുത്തിട്ടില്ല, ഖലീഫ എന്ന മേൽവിലാസത്തിൽ എടുത്തിട്ടില്ല. കേട്ട സ്വഹാബിമാര് പറഞ്ഞു, ഇനി ഖുതുബ ഓതിക്കോളൂ, അത് കാതിലേക്കും ഖൽബിലേക്കും കടക്കും. ആ ഖുതുബിന് ഞങ്ങൾ ശരിക്ക് ഹൃദയസ്ഥ, ഞങ്ങൾ കാണാതെ പഠിക്കും. ഇന്ന് നിങ്ങൾ പറയുന്നത് ഇന്ന് തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭരണാധികാരിയുടെ സ്റ്റാറ്റസ് എത്ര വലുതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രം അറിയാതെ ജ്യോത്സ്യപ്പണി എടുത്ത അവിടുത്തെ അടിമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാല് കൊണ്ടുവന്ന് കുടിപ്പിച്ചപ്പോ പാലിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എവിടുന്നാ പാല് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കുന്തു തഖന്തു ഫിൽ ജാഹിലിയത്തി തഖന്തു ഫിൽ ജാഹിലിയത്തി വമാ ഉശ്സിനുൽ കഹാന. എനിക്ക് ജ്യോതിശാസ്ത്രം അറിയൂല, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിരുന്നു, അറിയാത്ത പണിക്ക് ഞാൻ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്നു എന്നർത്ഥം. എന്നിട്ട് അന്ന് ചെയ്തൊരു വേലക്ക് ഇന്ന് കൂലി കിട്ടിയപ്പോ ആ കൂലിക്ക് പാലും വാങ്ങിക്കൊണ്ട് വന്ന് കാച്ചി തന്നതാണ്. അവിടുന്ന് അതാ തന്റെ അണ്ണാക്കിലേക്ക് വിരലങ്ങ് കയറ്റിപ്പോയി, ഛർദിച്ചു ഛർദിച്ചു ഛർദിച്ചു, രക്തത്തിന്റെ പാട് വരുന്നത് വരെ ഛർദിയായി പോയി. കാരണം അങ്ങനത്തെ ഒരു ചതിയിൽ ഈ ശരീരം പെട്ടിട്ട് കാര്യമില്ല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. ദുനിയാവിൽ ഞാൻ ഇങ്ങനൊക്കെ ജീവിച്ചു പോയേക്കും, ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്നതല്ലേ. അതുകൊണ്ട് അത്തജാഫി അൻദാരിൽ ഖുറൂർ, മാനസിക വിശാലത വേണോ? മുത്തുനബി തങ്ങൾ ആഖിറത്തെ വിശാലമായി കണ്ട മനസ്സ് നമുക്കും വേണോ? വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കണം. വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്ക് മടങ്ങി പോകണമെന്ന ബോധം വേണം. എന്നും ശാശ്വതമായ വീട്ടിലേക്ക് പോകാൻ മടങ്ങി പോകണമെന്ന ചിന്ത വേണം. അത് ഇന്നാകാം നാളെയാകാം. വഹ്സുനുൽ ഇസ്തിദാദി ലിൽ മൗതി, മരണത്തിന് വേണ്ടി നല്ല മുന്നൊരുക്കം നടത്തണം. ഖബ്ല നുസൂലിൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തണം. മരണം വന്നെത്തുന്നതിന്റെ 30 കൊല്ലം മുമ്പ് മുന്നൊരുക്കം നടത്തി തുടങ്ങിയില്ലേ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ.
30 കൊല്ലം മുമ്പ് ഒരുക്കം തുടങ്ങി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഞാൻ 30 കൊല്ലമായി നോമ്പ് നോറ്റ് സുന്നത്ത് നോമ്പ് നോറ്റ് ദായിമാക്കി പോരുന്നത്. നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, നോമ്പുകാരിയായിട്ട് എന്നെ മൗത്താക്കാനല്ലേ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ ചോദ്യം നീ കബൂലാക്കണേ അല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിപ്പോയി. എപ്പോഴും അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ, നീ എനിക്ക് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം തരണം. അതേ, നിന്റെ റസൂലിന്റെ നാട്ടിൽ എന്നെ മൗത്താക്കണം. മക്കത്തെന്നെ മൗത്താക്കരുത്, ബൈത്തുൽ മഖ്ദിസിൽ എന്നെ മൗത്താക്കരുത്, മദീനയിൽ എനിക്ക് മൗത്ത് നൽകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. മരണം മുന്നിൽ കണ്ട നിമിഷം ഭാര്യ മക്കളുടെ സുഖൈശ്വര്യങ്ങളും ക്ഷേമൈശ്വര്യങ്ങളും പകർത്തുന്നതിന് പകരം, മറ്റു വിഷയങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതിന് പകരം, സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയ മഹാൻ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്നത്, മോനെ അബ്ദുല്ലാ, ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഞാൻ ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കുമ്പോഴാണല്ലോ കുത്തുകൊണ്ടത്. ജമാഅത്ത് നിങ്ങൾ എന്ത് ചെയ്തു? കാരണം ഇമാമത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നത്, ഇല്ല ബാപ്പാ, ഞങ്ങൾ ജമാഅത്ത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ബാക്കിലെ സൊഫിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്ന് ജമാഅത്ത് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. മോനെ, മരണത്തിന്റെ മുന്നോടിയായി ബാപ്പക്കൊരാഗ്രഹമുണ്ട്, തയ്യാറെടുപ്പാണ് ഈ നടത്തുന്നത്. നീ വേഗം പോകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെല്ലണം. ചെന്നിട്ട് നീ പറയണം, നബി തങ്ങളുടെ ചാരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, അതൊന്നെനിക്ക് തരുമോ? എന്റെ ജനാസ അവിടെ അടക്കം ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറെടുപ്പാ നടത്തുന്നത്. മരണം വന്നതിന് മുമ്പുള്ള മുന്നൊരുക്കമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയിട്ട് മകൻ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, കുന്തു ഇദ്ദുഹാ ലിനഫ്സി, ഞാനത് എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു. പക്ഷേ എന്നെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിഷയത്തിലും പരിഗണിക്കുന്നത് നിങ്ങളെ ഉപ്പയല്ലേ. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ പരിഗണന ഞാൻ കാണാതിരിക്കാൻ പറ്റൂലല്ലോ. നബി തങ്ങൾ കൊടുത്ത സ്നേഹം എനിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയൂലല്ലോ. നിങ്ങളെ ഉപ്പാക്ക് ഞാനത് തന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന് വിവരം പറഞ്ഞപ്പോ മനസ്സിൽ വന്നൊരു സന്തോഷം എത്ര വലുതാ. മുന്നൊരുക്കം നടത്തിപ്പോയി, റെഡിയായി പോയി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആ സമ്മതം കൊണ്ട് മതിയാക്കരുത്. എന്നെ കുളിപ്പിച്ച് എന്റെ നിസ്കാരം നിർവഹിച്ച് നിങ്ങൾ അവിടുത്തെ വാതിൽക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എന്നെ കടത്തുന്നതിന്റെ മുമ്പ് ഒന്നുകൂടി ബീവിയോട് സമ്മതം ചോദിക്കണം. രണ്ടാമതും സമ്മതം തന്നാൽ എന്നെ അവിടെ കിടത്തണം, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിലേക്ക് മടക്കണം. പൂർണ്ണ തൃപ്തി എനിക്ക് വേണം. ബീവിയെ പ്രകോപിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ലല്ലോ. അങ്ങനെ തന്നെ അവർ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനം കിട്ടി. ജീവിതം അവർ കറക്കിയിരുന്നത് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, മരണത്തിനുള്ള തയ്യാറെടുപ്പിനാണ്. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ്, മരണത്തിന്റെ മുമ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. അങ്ങനെ നടത്തി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യൻ അവൻ ശറഹു സ്വദ്ർ ലഭിച്ചവനാണ്, മാനസിക വിശാലത കിട്ടിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വിശാലമാക്കി തരട്ടെ, നന്മയിലേക്ക് കൂടുതൽ പ്രചോദനപ്പെടുത്തി തരട്ടെ. ഏറ്റവും നല്ല മനസ്സിന്റെ വിശാലത കിട്ടുന്ന ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കാമിലായ രൂപത്തിൽ കിട്ടും. ആ മഹബ്ബത്തിന്റെ കമാലിയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അത് മനസ്സിലേക്ക് അങ്ങോട്ട് പിടിച്ച് ശരീരത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ പാരമ്യതയിലെത്തിയാൽ, അതിൻ്റെ ഏറ്റവും പൂർണ്ണ തലത്തിലെത്തിയാൽ ആ മനുഷ്യന് ഉണ്ടാകുന്ന സ്വഭാവം എന്താണെന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, മുആദേ, നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? നബിയെ, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു, ഇന്നി ഉഹിബ്ബുക്, ഞാൻ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മുആദ്, നിങ്ങൾ തുറന്നു പറയണം, ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു നബിയെ, ഹുബ്ബ് വെക്കുന്നു. ആ ഹുബ്ബ് മാറ്റാൻ കഴിയൂല, ഞാൻ അങ്ങേ ഹുബ്ബ് വെക്കുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞൊരു മറുപടി, ഇൻ കുന്ത തുഹിബ്ബുനി ഫഅഇദ്ദ ലിൽ ഫഖ്രി തിജ്ഫാഫാ, നിങ്ങൾ എന്നെ യഥാവിധി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യഥാവിധി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ, എന്നെ നിങ്ങൾ അങ്ങനെയാ ഇഷ്ടം വെക്കുന്നതെങ്കിൽ ഫഖ്ർ സ്വീകരിക്കാൻ സന്നദ്ധത ഒരുക്കണം. ദാരിദ്ര്യം നിങ്ങൾക്ക് വരും, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയല്ല, പാകപ്പെട്ട അവസ്ഥ വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മറ്റൊരു അപായത്തിലേക്കും പോകരുത്. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് എൻ്റെ മഹബ്ബത്ത് വലുതായി തോന്നുമ്പോ നിങ്ങൾക്കെല്ലാം ചെറുപ്പമായി ചെറുതായി തോന്നും. വികസനമുണ്ടായി ജീവിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വികാസത്തിന്റെ രൂപത്തിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ അവസ്ഥയിലേക്ക് മാറിയതും സൗകര്യങ്ങളിൽ നിന്ന് ശുഷ്കിച്ച അവസ്ഥയിലേക്ക് മാറിയതും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ ഹുബ്ബങ്ങ് രൂപപ്പെടുത്തിയെടുത്തപ്പോഴാ കൊട്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വിട്ടിറങ്ങിയതും അള്ളാഹുവിനോടും ഹബീബായ തങ്ങളോടുമുള്ള ഹുബ്ബിന്റെ പേരിലാണ്. അതേ മഹബ്ബത്ത് കാമിലായ രൂപത്തിൽ അങ്ങ് വരുമ്പോ ദുനിയാവിനോടുള്ള പ്രതിബദ്ധത നന്നായി കുറയും. ആഖിറത്തിലേക്ക് മനസ്സങ്ങ് വെമ്പും, ആഖിറത്തിലേക്ക് മനസ്സങ്ങ് വിശാലമാകും. എനിക്ക് അവിടത്തേക്ക് ഒരുപാട് സമ്പാദിക്കണമെന്ന് തോന്നും. ആ സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും, അതിനു വേണ്ടി ഉറക്കമൊഴിക്കും, അതിനു വേണ്ടി ഊണൊഴിക്കും, അതിനു വേണ്ടി എല്ലാ സബബുകളുമായും ബന്ധപ്പെടും. അതതിൻ്റെ ഏറ്റവും ഉയർന്നൊരു നിലവാരമാണ്. അതിലേക്കാണ് മഹാന്മാരൊക്കെ എത്തിച്ചേർന്നത്. അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർഹ് സ്വദർ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മനസ്സിനും അള്ളാഹു വിശാലത തരട്ടെ. എന്തെങ്കിലും മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അകപ്പെട്ട് കഴിയുന്നവർ അള്ളാഹുവേ ഈ സദസ്സിൽ ഞങ്ങളോട് ദുആ കൊണ്ട് ചെയ്തവരിൽ അറിയിച്ചവരിലുണ്ടെങ്കിൽ എല്ലാവരുടെ മാനസിക ശാരീരിക വിഷമങ്ങളും നീ നീക്കിക്കൊടുത്ത് റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്.